ഒരു ഉസ്താദ് കാർ ഓടിച്ചു പോകുന്നു. എന്താ ഉസ്താദ് കാർ ഓടിച്ചു പോകുന്നത്? ഉസ്താദ് മരത്തിമ്മ കയറിയ ഉസ്താദ് എന്താ മരത്തിമ്മ കയറുന്നത്? അതൊന്നും ഉസ്താദ് നിറ മലക്കാണ് എന്നൊക്കെ മനസ്സിലാക്കിയ കുറേ ധാരണകൾ നമ്മൾ പുറത്താക്കിയാൽ ഉസ്താദ് പട്ടിണിയാവുമെന്ന് കണ്ടെങ്കിൽ പുറത്താക്കാൻ കമ്മിറ്റിക്കാർക്ക് ധൈര്യം വരുള്ളൂ. 9,000 കോടി രൂപേൻ്റെ ആസ്തി ഉണ്ടായിരുന്നു എന്നല്ലേ ഉസ്മാൻ അഫാർ അള്ളാന്റെ സ്വത്തുക്കളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ. ഉസ്താദായി കഴിഞ്ഞാൽ ബിസിനസ്സും ബ്ലോഗറും യൂട്യൂബറും ഇതൊക്കെ ആവാന്നുള്ളത് മനസ്സിലായി. നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന പരിപാടി 1,000 കോടി രൂപ ചെലവഴിച്ച് വലിയൊരു സ്ഥാപനം ഉണ്ടാക്കിയാൽ ഇത്രമാത്രം ആളുകളിലേക്കൊരു സന്ദേശം എത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സ്വാഭാവികമായിട്ടും യൂട്യൂബേഴ്സിനെയും ഇൻഫ്ലുവൻസിനൊക്കെ ഞാൻ വളരെ കൂടുതൽ സ്നേഹിക്കുന്നതാണ്. അവർക്ക് കുറേ സ്ഥലത്തേക്ക് ഇപ്പം നിങ്ങളുടേതൊക്കെ 1 മില്യൺ ആളുകളൊക്കെ 10 ലക്ഷം ആളുകൾക്ക് നമ്മുടെ ഇന്നത്തെ പ്രഭാഷണങ്ങൾ, ഇന്നത്തെ വഴലുകൾ ഇതെല്ലാം നമ്മളൊന്ന് ശൈലി മാറ്റണം എന്ന് വിശ്വസിക്കുന്നതാണ്. ഖുർആനിൽ 14ഓളം സ്ഥലങ്ങളിൽ യാത്രയെക്കുറിച്ചിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് യാത്രകൾ ചെയ്യണം. യാത്രകളിൽ നിന്ന് കുറേ പാഠങ്ങൾ കിട്ടും. ഞാനിപ്പോൾ നിങ്ങളും മനസ്സിലാക്കിയ ഈ കുറഞ്ഞൊക്കെ പോയി 23 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് അറിയാൻ കഴിയും. 23 വയസ്സിൻ്റെ ഇടയിൽ നിങ്ങൾ ഫ്രാൻസിസ് സ്വിറ്റ്സർലാൻഡിലും അതുപോലെ തന്നെ അതിൽ ഏറ്റവും എന്നെ ആകർഷിച്ചത് അന്നൊന്നും നമ്മൾ ആൾക്കാർക്ക് ആർക്കും സ്റ്റുഡിയോ അത് ഇസ്ലാമിന് പറ്റുമോ, അത് ഇസ്ലാമിന് പുറത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് പലരോട് ഞാനത് പറഞ്ഞു നോക്കി. ആരും ഉൾക്കൊള്ളാൻ തയ്യാറ്. അന്ധമായ ഒരു വിരോധം, പുതിയതിനൊക്കെ എതിർക്കുക എന്നുള്ള ശൈലി അത് ശരിയല്ല. ഇന്നത്തെ കുട്ടികളോട് ലോകത്തെ 196 രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാരെയും രാഷ്ട്രത്തലവന്മാരെയും പറയാൻ കഴിയും. സ്വന്തം വാപ്പൻ്റെ പേര് പറയാൻ എത്ര കുട്ടികൾക്ക് കഴിയും? എൻ്റെ ഉമ്മക്ക് 12 മക്കളാണ്. എൻ്റെ ജീവിതത്തിൽ ഇന്നും എനിക്ക് ധൈര്യത്തോടെ പറയാൻ ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഗുരുനാഥന്മാരെ ഇതുവരെ വെറുപ്പിച്ചിട്ടില്ല എന്നുള്ളത് വലിയൊരു ബാക്കിയാത്ത സ്വാലിഹാത്ത് അറബി കോളേജിലാണ് പഠിച്ചത്. 42 കൊല്ലമായി ഇന്ന് വരെ ഞാൻ മേൽമുറിന്ന് ഒരാളോട് 1 രൂപ കടം വാങ്ങിയിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്. തങ്ങളവർകള് എനിക്ക് എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. ദുബായിൽ ഇപ്പൊ തങ്ങൾ ഇവിടെ നമ്മുടെ റൂമിലേക്ക് വന്നു. മാഷാ അല്ലാഹ്. സത്യം പറഞ്ഞാല് എനിക്ക് ഏറ്റവും കൂടുതൽ തങ്ങളെ അട്രാക്ട് ചെയ്ത് തങ്ങളുടെ ഈ ഒരു ക്യാരക്ടറാണ്. കാരണം പറഞ്ഞാല് എന്നെ പോലത്തെ വെറും സാധാരണക്കാരനായിട്ടുള്ള ഒരു മുത്തഅല്ലിമിനെ തങ്ങൾ പരിഗണിച്ച ഈ രീതി ശരിക്കും എന്നെ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. പ്രത്യേകിച്ചും തങ്ങളുടെ ഈ ജീവിത വഴികളെ പറ്റിയിട്ടുള്ള ഒരു പുസ്തകം പ്രകാശനം ചെയ്ത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതില് 30 വർഷത്തിൽ താഴെ 50ഓളം സ്ഥാപനങ്ങൾ, 30,000-ലധികം വിദ്യാർത്ഥികൾ, ഇതൊക്കെ സമൂഹത്തിന് വാർത്തെടുത്ത തങ്ങൾ ഇത്രയും തിരക്കുകൾക്കിടയിൽ സമയം ഈ എനിക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചെന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോ എനിക്ക് കുറെ കാര്യങ്ങൾ ഇങ്ങനെ അറിയണമെന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം എന്നൊന്നും അറിയില്ല. ഇങ്ങനെ എനിക്ക് ഇന്റർവ്യൂ ചെയ്തിട്ട് വലിയ പരിചയമില്ല. അപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇന്റർവ്യൂ ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിന് എന്റെ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ തങ്ങൾ തന്നെ കിട്ടിയത് ഞാൻ കരുതുന്നത്. അപ്പോ ശരിക്കും ഇതിനൊക്കെ പിന്നിൽ തങ്ങളുടെ പ്രചോദനം എന്താണ്? തങ്ങളുടെ ജീവിത തുടക്കം മുതൽ ജീവിതകഥ ഒന്ന്, അതായത് ഒരുപാട് ആളുകൾക്ക് അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടി തങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാൽ നന്നാവും. എൻ്റെ ജീവിതത്തിൽ 61 വയസ്സ് കഴിഞ്ഞു. കുട്ടിക്കാലം ഞങ്ങളുടെ വന്നേരായ ഉപ്പ അസ്തി അഹമ്മദ് ബുഖാരി ഖുദ്ദസല്ലാഹു അവരുടെ ആ സംരക്ഷണവും ആ തെർബിയത്തുമാണ്. കടലുണ്ടിയാണ് എൻ്റെ നാട്. കടലുണ്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഴക്കമുള്ള 5000 കൊല്ലം പഴക്കമുള്ള ക്ഷേത്രം അവിടെ ഉണ്ട്. അതോടുകൂടെ തന്നെ ഏഷ്യയിലെ ഏറ്റവും ഹയസ്റ്റായ ചർച്ച്, കുരിശുള്ള ചർച്ച് അവിടെ ഉണ്ട്. സ്വഹാബത്തിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയുണ്ട്. എന്നാൽ ഇന്നേ വരെ ഒരു വർഗീയ ലഹളയോ ഒരു സംഘർഷം അവിടെ ഉണ്ടായിട്ടില്ല. മതസൗഹാർദ്ദവും ഒത്തൊരുമയും കൂട്ടായി. അത് പണ്ട് കാലം തൊട്ടേ അവിടെ സാദാത്തുക്കൾ, ഞങ്ങളുടെ പൂർവികര്, പിതാമഹന്മാര് ആ ഒത്തൊരുമ, കൂട്ടായ്മ, യോജിപ്പ്. അപ്പോൾ ഉപ്പയിൽ നിന്ന് കാണുന്ന കുറേ അനുഭവിച്ചറിഞ്ഞ പാഠങ്ങളാണ്. ഏത് ചെറിയ കുട്ടി വന്നാലും ഉപ്പ അവരെ വല്ലാതെ സ്വീകരിക്കും, സൽക്കരിക്കും, സന്തോഷിപ്പിക്കും. ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ ചെറുപ്പകാലങ്ങളിലെ പഠിക്കുന്ന പാഠങ്ങൾ. ഏത് ചെറിയവനും വലിയ സ്വപ്നങ്ങളുണ്ടാകാം, വലിയ വലിയ പ്രതീക്ഷകളുണ്ടാകാം. ഒന്നുമില്ലെങ്കിലും അവരെ നിരാശപ്പെടുത്തൽ വലിയ അപകടമാണ്.
ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണം പരിഗണനയാണ്. ഒരു മനുഷ്യന് ഏറ്റവും വെറുപ്പ് അവഗണനയാണ്. ഒരാളെയും അവഗണിക്കാൻ പാടില്ല, എല്ലാവരെയും പരിഗണിക്കണം. ഇതുകൊണ്ടാണ് ഇസ്ലാം 40 മോമിനികൾ കൂടിയാൽ ഒരാൾ വലിയ ഉണ്ടാവും. അപ്പൊ എല്ലാവരെയും നമ്മൾ ഞാൻ സംസാരിക്കുന്നത് വലിയൊരു മഹാത്മാവായിക്കൂടെ, വലിയൊരു ഉന്നതനായിക്കൂടെ, ആ ഡീലിംഗ് എല്ലാവരോടും നമ്മൾ കാണിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മിൽ നിന്ന് ഒരു ശാപോ ഉറപ്പോ വാങ്ങേണ്ടി വരില്ല. അങ്ങനെ പരിഗണിച്ച്, പ്രത്യേകിച്ച് ഇപ്പോ നിങ്ങളൊക്കെ ഷാബി സ്ക്വയർ ദുബായി, ഞാൻ കുറേ കാലമായി അത് വീക്ഷിക്കാൻ തുടങ്ങിയിട്ട്. കാരണം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ മനുഷ്യാവകാശ പ്രഭാഷണത്തിൽ 14 പ്രമേയങ്ങളിൽ ഏറ്റവും എന്നെന്നും കാര്യപ്രസക്തമായ പ്രഭാഷണം അവസാനം പറഞ്ഞ വാക്ക് ഷാഹിദു അൽ ഗായിബ എന്നാണ്. അഥവാ ആ സദസ്സിൽ കൂടുന്ന ആളുകൾക്ക് കുറെ പരിധി ഉണ്ടല്ലോ, അതേ സ്ഥാനത്ത് പുറം ലോകത്ത് അതിൻ്റെ എത്രയോ ഇരട്ടി, 100 കണക്കിന് ഇരട്ടി ഉണ്ടായിരിക്കും. അവരിലേക്ക് സന്ദേശം എത്തിക്കുക. ഈ ഒരൊറ്റ പ്രഖ്യാപനം വന്നപ്പോൾ 1,10,000-ലേറെ അല്ലെങ്കിൽ 40,000-ഓളം സ്വഹാബത്ത് ഉണ്ടായിരുന്നു. അതിന്ന് നോക്കിയാൽ 10,000 സ്വഹാബിമാരുടെ മക്ബറ മാത്രമേ മക്കയിലും മദീനയിലും കാണാൻ കഴിയുള്ളൂ. 1,00,000-ലധികം സ്വഹാബാക്കളും പുറം ലോകത്താണ് ഉള്ളത്. ആ പുറം ലോകത്തെത്താൻ കാരണം അവർ ഇന്നത്തെ പോലെ ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ കപ്പലിലുള്ള യാത്രകളല്ല. ഓരോ നാടുകളും ഭാര്യ മക്കള് കുടുംബം ഒഴിവാക്കി എത്ര ത്യാഗങ്ങളും പ്രയാസങ്ങളും സഹിച്ച് ഈ സന്ദേശം എത്തിക്കാനാണല്ലോ. അപ്പൊ നിങ്ങളൊക്കെ ഈ സന്ദേശം പുറം ലോകത്ത് എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പുണ്യമുള്ള ഒരു സൽക്കരമായി. അതുകൊണ്ടാണ് ഞാൻ സ്വാഭാവികമായിട്ടും യൂട്യൂബേഴ്സിനെയും ഇൻഫ്ലുവൻസിനും ഒക്കെ ഞാൻ വളരെ കൂടുതൽ സ്നേഹിക്കുന്നതാണ്. അവർക്ക് കുറേ സ്ഥലത്തേക്ക് ഇപ്പൊ നിങ്ങളുടേതൊക്കെ 1 മില്യൺ ആളുകളൊക്കെ 10 ലക്ഷം ആളുകൾക്ക് എത്തിക്കുക. ഞാൻ ഓർക്കുന്നത് ഒരു 10-30 മഴ തുടങ്ങിയ പിറ്റത്തെ കൊല്ലം ഞാൻ സൗദിയിലെ പെട്രോളിയം മിനിസ്റ്റർ ആയിരുന്ന അബ്ദുറഹ്മാനെ കണ്ടിരുന്നു. അപ്പൊ അബ്ദുറഹ്മാനോട് ഇങ്ങനെ മഴദിനം അവതരിപ്പിച്ചപ്പോൾ അബ്ദുറഹ്മാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ 100-200 ആൾക്ക് ഒതുക്കി കൊടുക്കുന്നുണ്ടാകും, അതേ സ്ഥാനത്ത് നിങ്ങൾക്കൊരു ചാനൽ തുടങ്ങിക്കൂടെ? അന്നാണ് കനാത്ത് ആണ് ഈ ചാനൽ എന്ന് പറഞ്ഞാൽ അതിന് വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. ആ 200 ആൾക്ക് നിൽക്കുന്ന അധ്വാനം മതി അത് ലോകമൊട്ടുക്കും എത്തിക്കാൻ അന്ന് മനസ്സുദിച്ച ഒരാശയാണ്. അന്ന് 28 മഴദിൻ തുടങ്ങി പിറ്റത്തെ കൊല്ലം ആദ്യമായിട്ട് മഴദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൗദി പെട്രോളിയം മിനിസ്റ്റർ ആയിരുന്ന വലിയ ധർമ്മിഷ്ഠനും വലിയ ഭാവന സമ്പന്നതയും വലിയ കാഴ്ചപ്പാടും ഉൾക്കാഴ്ചക്കുള്ള ഒരു മഹാനാണ് അബ്ദുറഹ്മാനി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് അന്ന് ചോദിച്ച ചോദ്യം ഒരു പ്രസക്തമായ സംഭവമാണ്. തങ്ങളെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അതാണ്. കാരണം മറ്റു ഒരുപാട് പണ്ഡിതന്മാർക്കിടയിൽ തങ്ങൾ ഏറ്റവും കൂടുതൽ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ് തങ്ങളുടെ ആ ഒരു ഫാർസൈറ്റ്, ദീർഘവീക്ഷണം, അതുപോലെ ഇപ്പോഴത്തെ ജനറേഷൻ അനുസരിച്ചിട്ടുള്ള ആ ഒരു ദൈവത്തിന്റെ മേഖലകളും ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിനൊക്കെ തങ്ങൾ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. മാഷാ അല്ലാഹ്. അപ്പൊ ദൈവത്തിന് ഉപകരിക്കുന്നതാണ് നമ്മുടെ ഇന്നത്തെ പ്രഭാഷണങ്ങൾ, ഇന്നത്തെ വാഴലുകൾ, ഇതെല്ലാം നമ്മളൊന്ന് ശൈലി മാറ്റണം എന്ന് വിശ്വസിക്കുന്നതാണ്. കാലത്തിനനുസരിച്ച് കഴിഞ്ഞുപോയ പ്രവാചകരുടെ ചരിത്രങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നബിയുല്ലാഹി സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം തങ്ങളുടെ കാലം ശില്പങ്ങളുടെ ഒരു കാലമായിരുന്നു. അപ്പൊ ആ എല്ലാ ശില്പങ്ങളെയും ഹൈജാക്ക് ചെയ്തുകൊണ്ട് അതൊക്കെ ഒരു നിർജീവ പ്രതിമകളായിരുന്നു. നബിയുല്ലാഹി സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒട്ടകം ജീവനുള്ള ലൈവായിരുന്നു. എന്നാൽ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് മാരണങ്ങളുടെ കാലമായിരുന്നു. എന്നാൽ ആ വടികൾ ആ പാമ്പുകളൊക്കെ വിഴുങ്ങുന്ന ഒരു മുഅ്ജിസത്തായിട്ടാണ് മൂസാ നബിയുടെ വടി വന്നത്. എന്നാൽ മസീഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ജന്മനാന്തരവും ബദരും മൂകരും ആയ ആളുകൾ അവര് ബദരം സുഖപ്പെടുത്തുക എന്നതാണ്. എന്നാൽ ജന്മനാന്തരും ബദരും ആയ ആളുകൾ സുഖപ്പെടുത്താൻ കഴിയില്ലായിരുന്നു. മൂസാ നബി അത് സുഖപ്പെടുത്തും, മരിച്ചവരെ ജീവിപ്പിക്കും. അഷ്റഫുൽ ഖൽഖ് സംഘങ്ങളുടെ കാലത്ത് സാഹിത്യ സാമ്രാട്ടുകൾ, എക്സ്പേർട്ടുകൾ, സാഹിത്യത്തിൽ വല്ലാതെ മത്സരിക്കുന്ന കാട്ടറബികൾ, അവിടെ ആ സാഹിത്യങ്ങളൊക്കെയും നിർവീര്യമാക്കുന്ന രൂപത്തിലാണ് പരിശുദ്ധമായ ഖുർആനുൽ അദീം. അപ്പൊ ഇന്ന് ഏറ്റവും കൂടുതൽ മോഡേൺ ടെക്നോളജികൾ നമ്മളെ പണ്ഡിതന്മാര് നമ്മൾ ഉപയോഗപ്പെടുത്തി. അത് ഞാൻ എപ്പോഴും കുട്ടിയോട് പറയാറുള്ളത്, അഥവാ ഒരു 60-70 കൊല്ലം മുമ്പുണ്ടായിരുന്ന
ആത്മീയതയും മതസൗഹാർദ്ദവും കൂട്ടായ്മയും ഒത്തൊരുമയും തിരിച്ചു പിടിക്കണം. എന്നാലോ ഒരു 70-80 കൊല്ലം കഴിഞ്ഞാൽ ആവശ്യമായി വരുന്ന മോഡേൺ ടെക്നോളജി, ഫോറിൻ ലാംഗ്വേജ്, അത് ശാസ്ത്രീയ മുന്നേറ്റങ്ങൾ ഇവിടെ കുട്ടികൾക്ക് സമന്വയിപ്പിച്ച് രണ്ടുകൂടി കൊടുത്താൽ നമ്മുടെ സമൂഹം വലിയൊരു മുന്നേറ്റത്തിലേക്ക് ഔന്നത്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നുള്ള 100% വിശ്വാസമുണ്ട്. മാഷാ അല്ലാ, തങ്ങളുടെ ഈ ഒരു എനിക്ക് മനസ്സിലായത്, എനിക്ക് തന്നെ മഹദിൽ പഠിച്ചിറങ്ങിയ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അതിൽ തന്നെ ഈജിപ്തിലുള്ളവരുണ്ട്, റഷ്യയിലുള്ളവരുണ്ട്, ഇവിടെ ഷാർജയിൽ അൽക്കാസ്മിയിലുള്ളവരുണ്ട്. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ മഹദിൽ നിന്ന് ഇറങ്ങിയ ആളുകളുണ്ട്. അതിൽ ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, പല പല പ്രൊഫഷണൽ മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാല് തങ്ങളുടെ മറ്റൊരു തരത്തിൽ ഞാൻ നോക്കുമ്പോൾ തങ്ങൾ ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട്. ഇപ്പൊ ഞാൻ ലാസ്റ്റ് ഇങ്ങനെ യാത്ര ചെയ്ത സ്ഥലങ്ങളായിരുന്നു ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ. പക്ഷെ തങ്ങളെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കുന്നത് 2009 തന്നെ നോളേജ് ഹണ്ട് എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് ഇന്ന് ഒരുപാട് രാജ്യങ്ങളിൽ 50-ലേറെ രാജ്യങ്ങൾ തങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് അല്ല. ഇതിനൊക്കെ എങ്ങനെയാണ് തങ്ങൾക്ക് അന്ന് തന്നെ, കാരണം നമ്മൾക്ക് ഇന്ന് ചിന്തിക്കുന്നത് ഇന്നത്തെ ആളുകൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ തങ്ങൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതൊക്കെ തങ്ങളുടെ ഈ ഒരു ഉയർന്ന ചിന്താഗതിയും? ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ ഒരു വിഷണറി ലീഡറാണ്. അങ്ങനൊന്നും പറയാനും തയ്യാറല്ല, എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഒരു കാര്യം, ഖുർആനിൽ 14ഓളം സ്ഥലങ്ങളിൽ യാത്രയെ കുറിച്ചിട്ട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇങ്ങനൊക്കെ തുടങ്ങിയിട്ട് ഖുർആൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾ ഖുർആന്റെ ഇത്തരത്തിലെ കാര്യപ്രസക്തമായ ഭാഗങ്ങളാണ്. മാനിമാം ഷാഹിദ് റളിയല്ലാഹു തആല തങ്ങൾ ബുഖാരിയിൽ പലപ്പോഴും ധരിക്കാറുണ്ട്. താബീങ്ങൾ പ്രമുഖരാണ്. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇത്രമാത്രം വിജ്ഞാന സാഗരായി മാറാനുള്ള കാരണം? 4 കാരണം പറഞ്ഞത്. അതിലൊന്ന് പറഞ്ഞത്, കാക്ക എഴുന്നേൽക്കും പോലെ ഞാൻ ഏറ്റവും നേരത്തെ എഴുന്നേൽക്കും, കഴുത ക്ഷമിക്കും പോലെ ഞാൻ ക്ഷമിക്കും, പിന്നെ ഒന്നിലും ഒരാളെയും ഞാൻ ആശ്രയിക്കൂല, പിന്നെ പറഞ്ഞ സൈറുൽ ബിലാദ്, ഞാൻ എപ്പോഴും രാജ്യം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും. വേറെ എവിടുന്നും കിട്ടാത്തത്, അതായത് മഹാനായ ഇമാമുന ഷാഫി പറഞ്ഞ ഉദാഹരണങ്ങൾ, ദീവാനു ഷാഫിയിലെ കുറേ കാര്യങ്ങൾ. ഇപ്പോ സമുദ്രത്തില്, എൻ്റെ കടൽ തീരത്താണ് എൻ്റെ വീടുള്ളത്, കടലുണ്ടി. പക്ഷേ അവിടെ കടലിൽ ഇഷ്ടം പോലെ അനന്ത കോടികളുടെ സമുദ്രോൽപ്പന്നങ്ങളുണ്ട്. ഈ സമുദ്രങ്ങളെടുത്തോളം 10 ഇസ്രാഗ് തരുമല്ലോ, പക്ഷെ അത് പുറത്തേക്ക് എടുത്താലാണ് അത് വാല്യുബിൾ ആകുന്നത്. അതുപോലെ തന്നെ ഊത്, അത് ഇങ്ങോട്ട് എടുക്കുമ്പോഴാണ് കസ്തൂരിമാന്റെ കസ്തൂരി. അങ്ങനെ ഏത് സാധനവും അത് വാല്യബിളായി മാറുന്നത് അതിന്ന് സ്ഥാനത്ത് പുറം ലോകത്തേക്ക് വരുമ്പോഴാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ കഴിവുകൾ, ഞാൻ പറയുന്നത് ഏതൊരു മനുഷ്യന്റെയും സപ്തസമുദ്രത്തിലെ കഴിവുകളെ ഘോരമായ കഴിവുകൾ, അമൂല്യ നിധികളുണ്ട്. അത് പുറത്തേക്ക് എടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് യാത്രകൾ. നന്നായിട്ട് യാത്രകൾ ചെയ്യണം. യാത്രകൾ കുറേ പാഠങ്ങൾ കിട്ടും. ഞാനിപ്പോ നിങ്ങളും മനസ്സാക്കിയ ഈ കുറഞ്ഞൊക്കെ പോയി 23 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് അറിയാൻ കഴിയും. 23 വയസ്സിൻ്റെ ഇടയിൽ നിങ്ങൾ ഫ്രാൻസും സ്വിറ്റ്സർലാൻഡിലും, അതുപോലെ തന്നെ അതിൽ ഏറ്റവും എന്നെ ആകർഷിച്ച ഞങ്ങൾ സൈക്കിളിൽ എന്താ ഉള്ളത്, സൗദി, ഫലസ്തീനും, ജോർദാനും, ഇറാഖ്, ഇങ്ങനെ തുടങ്ങിയ യാത്രകളൊക്കെ ഇതെന്നൊക്കെ ഓരോ ദിവസവും 1000 പാഠങ്ങളാണ് പഠിക്കാൻ കഴിയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് 2009 ഈ നോളേജ് ഹണ്ട് എന്നുള്ള സംവിധാനം തുടങ്ങിയത്. ആ തുടങ്ങുമ്പോ അന്നൊക്കെ അതിനെ പരിശീലിച്ചവരും മക്കാറാക്കിയവരൊക്കെ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. ഒരു മൊയ്ലിയർ എന്താ, തങ്ങൾ എന്താന്നൊക്കെ എന്താകണത് അറിയണത്. അപ്പൊ ഈ ഫോറിൻ ഭാഷകളുടെ ആവശ്യകതകൾ നേരിട്ട് മനസ്സിലാക്കി. എത്ര കഴിവുണ്ടായിട്ടും കാര്യമില്ല, ഭാഷ ഇല്ലെങ്കിൽ. ഉദാഹരണം, മലയാളിയെ സംബന്ധിച്ചിടത്തോളം മാതൃഭാഷ മലയാളമാണ്, വളരെ പ്രധാനപ്പെട്ട. പക്ഷെ ഇത് മഞ്ചേശ്വരം തൊട്ട് പാഠശാല വരെ 3.5 കോടി ജനങ്ങൾക്ക് മാത്രമേ മലയാളം അറിയുള്ളൂ. വേറെ ആർക്കാ മലയാളം അറിയിലുണ്ടാകുക? അപ്പൊ അതേ സ്ഥാനത്ത് ലോക ഭാഷകൾ അങ്ങനെയാണ്. മഴതില് സ്പാനിഷ്, ഫ്രഞ്ച്, ചൈനീസ് ഭാഷ, മാൻഡറിനൊക്കെ തുടങ്ങി. അതായത് ഇന്ന് കേരളത്തിൽ 19 യൂണിവേഴ്സിറ്റികളുണ്ട്. ഈ 19 യൂണിവേഴ്സിറ്റി ഒന്നിൽ പോലും സ്പാനിഷ് അക്കാദമി തുടങ്ങിയിട്ടില്ല. അത് ഞങ്ങള് 10-20 കൊല്ലം മുമ്പ് തന്നെ അന്ന് തന്നെ തുടങ്ങി സ്പാനിഷ് അക്കാദമി. ഓരോ നാട്ടിൽ ചെല്ലുമ്പോൾ പഠിക്കുന്ന ഓരോ പാഠങ്ങളാണ്. ഇപ്പോ 1000-ലേറെ ആളുകൾ സ്പാനിഷ് പഠിച്ചു. മാത്രമല്ല, ഇപ്പോഴൊക്കെ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ ആകണമെങ്കിൽ സാധാരണ ഇതിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ബയോളജിയിലോ കെമിസ്ട്രിയിലോ ഫിസിക്സിലോ ഒക്കെ ഒരു PhD ഇതൊക്കെ 10-40 വയസ്സാവണം. അതേ സ്ഥാനത്ത് ഈ ഫോറിൻ ലാംഗ്വേജിലാണെങ്കിൽ
ഇപ്പോൾ ഞങ്ങൾക്ക് കുട്ടികൾ ഇപ്പോൾ 20, 23, 24 വയസ്സാകുമ്പോഴേക്കും അവർ വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ ജർമ്മൻ ജർമ്മൻ ഭാഷ എടുത്ത് ഇപ്പോൾ 67 രാഷ്ട്രങ്ങളിൽ അതിൻ്റെ സന്തതികൾ എത്താൻ കഴിഞ്ഞ പ്രധാന കാരണം ഈ ഫോറിൻ ഭാഷകളാണ്. മാത്രം 90ഓളം ഫെലോഷിപ്പുകൾ ഉണ്ട്. അതായത് തൊട്ട് 20 കോടിയും 15 കോടിയും 6 കോടിയൊക്കെ ഇതൊന്നും നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാതെ പോയത് ഫോറിൻ ഭാഷ അറിയാത്തത് കൊണ്ടാണ്. നമ്മളിങ്ങനെ ഈ കിണറ്റിലെ തവള പോലെ കേരളത്തിൽ മഞ്ചെന്ന് ഭാഷക്ക് ഭാഷ ഇങ്ങോട്ട് കടങ്ങി ഇതാക്കിയാൽ പോരല്ലോ. അപ്പോൾ ഒരു അകക്കാഴ്ച ഉണ്ടാകുക, ഒരു ഉൾക്കാഴ്ച ഉണ്ടാകുക, ഒരു ബോധം കഴിവ് മിഷൻ രൂപപ്പെടുത്താൻ ഈ ഫോറിൻ ലാംഗ്വേജുകളും ഫോറിൻ കൺട്രികളും ഫോറിൻ ആറ്റിറ്റ്യൂഡുകളൊക്കെ മനസ്സിലാക്കൽ വളരെ നിർബന്ധമാണെന്ന് വിശ്വസിക്കുന്നു. മാഷാ അല്ലാഹ്. എനിക്ക് തോന്നുന്നു താങ്കള് ഫിജി മുതൽ കാലിഫോർണിയ വരെ യാത്ര ചെയ്തിട്ടുണ്ടല്ലേ? ഇത്രയും രാജ്യങ്ങളിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും രാജ്യം അല്ലെങ്കിൽ യാത്രാനുഭവം എന്തെങ്കിലും? ലോകത്ത് ആദ്യമായിട്ട് സൂര്യോദയം ബോധ്യപ്പെടുന്നത് ഫിജി തവീൻ ഐലൻഡിലാണ്. എന്നാൽ ലോകത്ത് ഏറ്റവും അവസാനമായിട്ട് സൂര്യോദയം ബോധ്യപ്പെടുന്നത് കാലിഫോർണിയ സാൻ ഫ്രാൻസിസ്കോയിലാണ്. ഇവിടെ 2 സ്ഥലം ഇതിൻ്റെ അടുക്കുള്ള രാജ്യങ്ങൾ. പക്ഷെ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും ഓരോ ഗുണങ്ങളാണ്. ഒരു വാപ്പനോട് 10 മക്കളെ കുറിച്ച് ഏത് മോനാണ് ഇഷ്ടപ്പെട്ട വാപ്പക്ക് പറയാൻ കഴിയുമല്ലോ. ഓരോ മക്കൾക്ക് ഓരോ കഴിവുകളായിരിക്കും. എന്ന പോലെ നമുക്കിപ്പോ മദീന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന ഏറ്റവും നല്ല വൃത്തി. ഇതൊക്കെ സിംഗപ്പൂര്, മലേഷ്യ പോലുള്ള രാജ്യങ്ങൾ. എന്നാലോ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉയർന്ന് ചിന്തിക്കുന്ന അമേരിക്ക, ബ്രിട്ടൻ, അങ്ങനെ ഓരോ രാജ്യങ്ങളുടെയും ഓരോ കൊറിയ അവിടുത്തെ എന്താകുന്നത് ടെക്നോളജികൾ, മറ്റ് ജർമ്മനിലെ ഓരോ കാറുകൾ, മറ്റിങ്ങനെ തുടങ്ങിയ ഓരോ ഫീൽഡ് നാടുകളും ഒന്നൊന്നിനും മെച്ചപ്പെട്ടാണ് മുഴുവൻ രാജ്യങ്ങളും. അതെ, ഒന്നിനും എടുത്തു പറയാൻ കഴിയില്ലല്ലോ. അവരോട് 10 വാപ്പക്ക് എന്റെ ഉമ്മക്ക് 12 മക്കളാണ്. ഞങ്ങൾ 12 ആള്, 6 ആളും ജീവിച്ചിരിക്കുന്നുണ്ട്, 6 ആളും മരിച്ചുപോയി. ഇപ്പം ജീവിച്ചിരിക്കുന്ന 6 ആളും 6 വ്യത്യസ്ത കഴിവുകളാണ്. ഉമറുൽ ഫാറൂഖ് മധ്യ ഉത്തര കേരളത്തിന്റെയും ദക്ഷിണ കന്നഡത്തിന്റെയും മുന്നേറ്റത്തിനും ഇതിനൊക്കെ ഏറ്റവും പ്രവർത്തിച്ച അവരുടെ സ്വഭാവം വേറെയായിരുന്നു. ഒരു മരിച്ചുപോയി. അതേ സ്ഥാനത്ത് ഞാൻ മലപ്പുറത്തായി. അതുപോലെ തന്നെ അഞ്ചൻ ഷിഹാബുദ്ദീൻ ബുഖാരി ബദറുദ്ദീനായി, മറ്റഞ്ചൻ സിൻസിയർ, മറ്റഞ്ച് ഇസ്മായിൽ തങ്ങൾ. അത് 6 ആളും ഇത് എല്ലാ വാപ്പയുടെയും മക്കള് എല്ലാം ഒരു നമ്മുടെ പല്ല്, നമ്മുടെ കണ്ണ്, നമ്മുടെ കൈ, ഫിംഗർ, ഇതെല്ലാം വ്യത്യസ്ത രൂപത്തിലാണ്. പക്ഷെ അതെല്ലാറ്റും നമ്മൾ പാഠം ഉൾക്കൊള്ളാണ്ട്. ഞങ്ങളിങ്ങനെ പറയുമ്പോ എനിക്ക് ഓർമ്മ വന്നത് താങ്കള് ബുഖാരി കുടുംബമാണല്ലോ. അപ്പൊ താങ്കള് ബുഖാറയിലേക്ക് പോയിട്ടുണ്ട്, ഉസ്ബെക്കിസ്ഥാനില്. ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് ഉസ്ബെക്കിസ്ഥാനിലേക്ക് പോയത് ഞങ്ങളുടെ നോളജ് ഹണ്ടാണ്. അതിന് പ്രധാന കാരണമുണ്ട്. ഞാൻ നന്നായി വായിക്കാറുണ്ട്. മർഹൂം പാണക്കാട് സി മുഹമ്മദ് ശിഹാബ് തങ്ങൾ ഉയർത്തി കൊടുക്കണം. ഒരു ഇന്റർവ്യൂ വായിച്ചപ്പോൾ തങ്ങൾ ഇനിയുള്ള അഭിലാഷ ഏതാണ്? ഉസ്ബെക്കിസ്ഥാനിൽ പോകലാണ്. അപ്പോൾ ഉസ്ബെക്കിസ്ഥാനെ കുറിച്ച് പഠിക്കാൻ ആലോചിച്ചപ്പോഴാണ് സത്യത്തിൽ ഉസ്ബെക്കിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞ ഒരു കാലത്ത് എന്തായിരുന്നു എന്നുള്ളത് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു തആല തങ്ങൾ പറഞ്ഞത്. അൽ ഹിന്ദു ശതറ ജുദൂറുഹാ ഫീ മക്ക وأصحابها في المدينة وفروعها في العراق وثمارها في خراسان. ഉസ്ബെക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, തുർക്കുമാനിസ്ഥാൻ, ഈ സെൻട്രൽ ഏഷ്യ എന്ന് പറഞ്ഞത്, അതായത് മാവറ എന്ന് പറഞ്ഞത്, അതായത് ഇൽമു നിറൽ വൃക്ഷമാണ്. അതിൻ്റെ അടിവേര് കിടക്കുന്നത് മക്കയാണ്. അതിൻ്റെ തടിമരം കിടക്കുന്നത് മദീനയിലാണ്. അതിൻ്റെ കൊമ്പ് ജില്ലികൾ കിടക്കുന്നത് ഇറാഖിലാണ്. എന്നാൽ അതിൻ്റെ കായ്കനികൾ കിടക്കുന്നത് ഖുറാസാനിലാണ്. അവിടെ നിന്നാണ് ബുഖാരി സാദാത്തുക്കൾ, ബുഖാറ, താഷ്കന്ത് ഉള്ളതൊക്കെ. ഇനിയിപ്പോൾ സിഹാസിത്തയിലെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു, ഇബ്നു മാജ, നസായി, അത് നമ്മുടെ പഠിക്കുന്ന വലിയ വലിയ ഇമാമുമാര്, ഇമാം അബൂ മൻസൂർ മാത്തുർ റളിയല്ലാഹു അൻഹു, ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, സഅദുദ്ദീൻ തഖ്താസാനി, ഇവരൊക്കെയും ഈ ഖുറാസാൻ മാത്രമല്ല. ഈ ഖുറാസാൻ എന്ന് പറഞ്ഞാല് മുഅ്ജമുൽ ബുൽദാനിൽ പറയുന്നത് മാ ബൈനൽ ഹിന്ദി വൽ ഇറാഖ് എന്നാണ്. ഇന്ത്യക്കുള്ള ഏറ്റവും വലിയ പവിത്രത അതാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഖുറാസാനെ തൊട്ട് ചേർന്ന് കിടക്കുന്ന. ഈ ശിഹാബ് സുദ്ദീയുടെ മുഴുവൻ ഷുറൂഹും വ്യാഖ്യാനമുള്ളത്
ഈ ഒരു പ്രവിശ്യയിൽ നിന്ന്? ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നാണ് ഇന്നിപ്പം ലോകം മുഴുവൻ മുഹദ്ദിഥീങ്ങളിൽ മക്ക, മദീന, യമന്, ഇറാഖ്, ഫലസ്തീനിലും കുടിക്കുക പകുതിയിലേറെ മുഹദ്ദിഥീങ്ങൾ ഖുറാസാനാണ്. ആ ഖുറാസാൻ ചേർന്ന് നിൽക്കുന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഇപ്പോൾ കുത്തുബ് താജ്മഹൽ ആണെങ്കിലും ഇന്ത്യൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തലുകൾക്കിടയിൽ ഇമാമൊക്കെ ഖുറാസാനിൽ നിന്ന് വന്നതാണ്. അപ്പൊ ആ ഖുറാസാൻ നിന്ന് വന്ന കാരണം കൊണ്ടാണ് ഞങ്ങളുടെ ആദ്യമായിട്ട് കേരളത്തിലെത്തിയ തങ്ങന്മാരും ബുഖാരി തങ്ങന്മാർ 800 കൊല്ലം മുമ്പ് ബുഖാരി സാധുക്കൾ കേരളത്തിൽ ആദ്യമായിട്ട് 800 കൊല്ലം മുമ്പ് ബുഖാരി ഇപ്പോ ഡൽഹിയിലെ ജുമാത്തുള്ളിലല്ലോ അവിടുത്തെ ഇമാമ് എന്താണല്ലോ ബുഖാരിയാണല്ലോ. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഷരീഫ് എന്ന് പറയും പാകിസ്ഥാനിൽ, അവിടെ മഖ്ദൂമെ ജഹാംഗർ സൈദലാദ്ദീൻ ബുഖാരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബീജാപൂരി, അതായത് ഈ ഖുറാസാനിൽ നിന്ന് വന്ന് ഇവിടെ ഉണ്ടാക്കിയപ്പോൾ ബുഖാരി പള്ളി ഉണ്ടാക്കിയപ്പോൾ ബുഖാരി തങ്ങന്മാർ അങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ബീജാപൂരിലേക്ക് എത്തി. അങ്ങനെ കേരളത്തിൽ കണ്ണൂർ അറക്കലിലെ കുടുംബത്തിലേക്ക് എത്തി, വളവട്ടത്തെത്തി. ഇപ്പം വളവട്ടിൽ നിന്ന് ഞങ്ങൾ ഉപ്പാപ്പയുടെ സജിദലാദ്ദീൻ ബുഖാരി അവിടെയാണ് ഒട്ടുമിക്ക. അപ്പോൾ പാണക്കാട് സാദാത്തുക്കളൊക്കെ ആദ്യത്തെ ഉപ്പാപ്പ വളവട്ടെടുത്ത. അതുപോലെ തന്നെ അഹദരി സാദാത്തുക്കള്, ജിഫിരി സാദാത്തുക്കള്, ധാരാളം വലിയ വലിയ മഹത്തുക്കളൊക്കെ അന്ത്യവിഷമം കൊള്ളുന്ന വളവട്ടെടുത്താണ്. അവിടെ പഴയ നാഷണൽ ഹൈവേയോട് ചേർന്നുകൊണ്ടാണ് ഞങ്ങളുടെ ഉപ്പാപ്പ സജിദലാദ്ദീൻ ബുഖാരി അതുപോലെ കൊച്ചി ചെമ്പിട്ട പള്ളിയിൽ ഇസ്മായിൽ ബുഖാരി മാഷാ അല്ലാഹ്. തങ്ങൾ ആദ്യം ഇപ്പൊ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നൊക്കെ തങ്ങളുടെ ആ ഗ്രന്ഥത്തിലേക്ക്, ആ പുസ്തകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഗുരുവും ഉസ്താദും അത് ഉമ്മയൊക്കെ ആണല്ലോ. അപ്പോ ആ ഒരു ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നുള്ള ഒരു അനുഭവങ്ങൾ ഏതെങ്കിലും? ഇന്നിപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വേദനാജനകമായ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ കുറഞ്ഞ ദിവസത്തിനുള്ളിൽ ലഹരിക്ക് അടിമപ്പെട്ട് 70-ലേറെ ആളുകളാണ് 50 ദിവസം മരണപ്പെട്ടെന്ന് കേൾക്കുന്നത്. എത്ര കേസുകളാണ് ഇതാകുന്നത്. ഇതിൻ്റെ ഒക്കെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള മാനസിക അകൽച്ചകളാണ് സംസാരിക്കുന്നത്. അതായത് കുട്ടികളെ ചേർത്ത് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞപ്പരുണ്ടാക്കി കൊടുക്കലോ, അവർക്ക് നല്ല ഡ്രസ്സ് വാങ്ങി കൊടുക്കലോ, അല്ലെങ്കിൽ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നതിനപ്പുറം എപ്പോഴും അവിടെ ചേർത്ത് പിടിക്കാൻ ഞാനിവിടെ വായിച്ചത് ഓർക്കുന്നുണ്ട്. ഒരു ടീച്ചർ കുട്ടിയോട് എന്താണ് നിങ്ങളുടെ താല്പര്യം എന്ന് എഴുതിയപ്പോൾ കുട്ടി ചില ഡോക്ടറാണെന്ന് പറഞ്ഞു, ചില അഡ്വക്കേറ്റ് ആകാന്ന് പറഞ്ഞു, ചില എഞ്ചിനീയർ ആണെന്ന് പറഞ്ഞു, ചില സയന്റിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അതിലൊരു കുട്ടി എഴുതി മൊബൈൽ ഫോൺ ആകാനാണ് താല്പര്യം. അപ്പോൾ എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മൊബൈൽ ഫോൺ ആകുമ്പോൾ എപ്പോഴും കൂടെ കിടക്കുമ്പോഴും ഉണ്ടാകും, പോകുമ്പോഴും ഉണ്ടാകും, നടക്കുമ്പോഴും ഉണ്ടാകും. അപ്പൊ ഞാൻ എങ്ങാനും മൊബൈൽ ഫോൺ ആയിരുന്നെങ്കിൽ അച്ഛനും അമ്മേനെ എപ്പോഴും കൊണ്ടുപോകുന്നു. ഇത് വായിച്ച് ടീച്ചർ അച്ഛൻ്റെ മുമ്പിൽ വന്നിട്ട് ഭർത്താവിൻ്റെ കാര്യം ഭർത്താവ് വിളിച്ചു, ഇതിന്റെ അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ. അപ്പൊ ടീച്ചർ പറഞ്ഞ മറുപടിയാണ് ആ എഴുതിയാലെന്നറിയോ, നമ്മളെ കുട്ടിയാണ്, നമ്മളെ കുട്ടിയാണ് ആ എഴുതിയത് എന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഗുണം പറഞ്ഞാൽ ഉപ്പ 24 മണിക്കൂറും എന്ന് പറഞ്ഞാൽ ഞാൻ കടലിച്ചാലത്ത് കരുവന്തത്തുള്ള ആളൊക്കെ ചോദിച്ചാലറിയാം. രണ്ട് ഞാനൊക്കെ ആക്കി ഒരേ സമയത്ത് ഇങ്ങനെ ഒരു കയ്യിൽ കാക്കണ്ടായിരിക്കും, ഒരു കയ്യിൽ ഞാൻ ഉണ്ടായിരിക്കും. എപ്പോഴും ഉപ്പയുടെ കൂടെ ഭക്ഷണം കഴിക്കലും ഉപ്പയുടെ കൂടെ കളിക്കലും. ഉപ്പ ഞങ്ങൾക്ക് ഒരു മുറബ്യാശയക്കാണ്, എന്നാലോ നമുക്ക് ഉസ്താദാണ്, എന്നാലോ നമുക്ക് ഏറ്റവും നല്ല കൂട്ടുകാരനാണ്. ഒന്നിനും പുറത്തേക്ക് വിടാതെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് നമ്മുടെ ആവശ്യങ്ങൾ മുഴുവനും രക്ഷിതാക്കളും ഉമ്മമാരോട് പറയാൻ കഴിയണം. ആ ഒരവസ്ഥയിലേക്ക് കുട്ടികൾ ചേർത്ത് പിടിക്കണം. അതായത് കുട്ടി വളരലും വളർത്തലും രണ്ടും രണ്ടാണ്. ഇപ്പം നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെ മഴ പെയ്താൽ കുറേ ചെടികൾ വളരും, താനെ വളരും. അത് അടുത്ത വെയിലുണ്ട ഈ പോകും. അതേ സ്ഥാനത്ത് നമ്മൾ നട്ട് പിടിപ്പിച്ച് വളർത്തുന്നത് അത് കായ്കനികൾ നിറഞ്ഞിരിക്കും. അപ്പം എന്ന പോലെ തന്നെ നമ്മുടെ കുട്ടികളെ
ഓരോ നമ്മൾ നിരീക്ഷിച്ച് അവരെ ചീത്ത പറയാതെ, അവരെ വേദനിപ്പിക്കാതെ, അവരെ കൂടെ നിന്ന് നമ്മുടേത് കണ്ടിട്ട് മക്കൾ പഠിക്കലായിരിക്കണം. ഉദാഹരണമായിട്ടൊരു കുട്ടി ജനിച്ചോടം തൊട്ട് 5 വയസ്സ് വരെ അല്ലെങ്കിൽ LKG UKG പോകുന്നൊരു ഉമ്മൻ്റെ കൂടെ തന്നെയാണ്. ആ കുട്ടിയുടെ ആ പ്രാണർ സ്പോഞ്ച് പോലെ ഒരു വെള്ളം ഇറ്റിയാൽ അതപ്പം ഒപ്പിയെടുക്കുന്ന പോലെ ആ ഉമ്മയുടെ ആ ക്യാരക്ടർ. അപ്പോൾ അതുകൊണ്ട് ഉമ്മ മദ്രസ, ഉമ്മ ഒരു മദ്രസയാണ്. ആദ്യത്തെ വിദ്യാലയം ഉമ്മയാണ്. ഉമ്മയിൽ നിന്ന് പിന്നെ വാപ്പൻ്റെ കൂടെ. സത്യത്തിൽ നമ്മുടെ പിന്നെ അധ്യാപകന്മാർക്കെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കുറേ പോഷൻ തീർക്കുക എന്നതിലപ്പുറം ഈ കഥകൾ പറഞ്ഞിട്ട് കുട്ടികളെ വശീകരിക്കുക എന്നുള്ളത് പണ്ടൊക്കെ അധ്യാപകരിലുണ്ടായിരുന്നു. ഇപ്പം കേരളത്തിൽ നടന്ന ഒരു കൊലയെക്കുറിച്ച് താമര ഷഹബാസിനെ കുറിച്ച് ഒരു അധ്യാപകൻ പറഞ്ഞത്, ഞാൻ ഈ തിരക്കിനിടയിൽ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയി. ഇപ്പോൾ കുട്ടികൾ കഥയില്ലാത്ത കുട്ടികളായി മാറി. അപ്പോൾ ഈ കഥ പറച്ചിലുകളൊക്കെ നമ്മൾ വാപ്പാർ, ഉമ്മാർ, പൂർവികർ, പിതാമഹന്മാർ, ഇതൊന്നും കഥ പറച്ചിൽ കുട്ടികളോട് ഇല്ല. ഇന്നത്തെ കുട്ടികളോട് ലോകത്തെ 196 രാജ്യങ്ങളിലെയും ലീഡേഴ്സിനെ, പ്രധാനമന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും രാഷ്ട്രത്തലവന്മാരെയും പറയാൻ കഴിയും. സ്വന്തം വാപ്പൻ്റെ പേര് പറയാൻ എത്ര കുട്ടികൾക്ക് കഴിയും? സ്വന്തം കൾച്ചർ എന്ത് പറയാൻ ആർക്ക് കഴിയും? സ്വന്തം ഈ ചരിത്രങ്ങൾ എത്ര പേർക്ക് പറയാൻ കഴിയും? അപ്പം അതൊക്കെ ഒന്ന് കൂട്ടുകുടുംബത്തിൻ്റെ ആ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്ന ഒരവസ്ഥ. ഇന്നിപ്പോൾ ഒരാളിനോട് പറഞ്ഞു, എൻ്റെ വീട്ടിലില്ലാത്ത ഒന്നുമില്ല, എല്ലാം എൻ്റെ വീട്ടിലുണ്ട്. പക്ഷെ ഒന്ന് മാത്രം എൻ്റെ വീട്ടിൽ കുടുംബത്തിൻ്റെ ഐക്യം മാത്രമാണ് ഇല്ലാത്തത്. ജ്യേഷ്ഠനും അഞ്ചന്മാർ ലോകത്തിലല്ല, ആങ്ങളും പെങ്ങളും ലോകത്തിലല്ല. ആ ഒരു ഒത്തൊരുമ, കൂട്ടായ്മ, അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രധാന ഘടകമാണെന്ന് മനസ്സിലാക്കണം. ഇപ്പം ഞങ്ങൾക്കൊക്കെ ഉണ്ടായ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഉമ്മ തൃക്കരിപ്പൂര് ഷാവുൽ ഹമീദ് അൽ ബുഖാരി തങ്ങളെന്ന് പറയും. അതായത് നൂറുൽ മയമ്മ ഉസ്താദ് സാദിയുടെ സ്ഥാപകനാണല്ലോ. അവരുടെ 10 കൊല്ലത്തെ ഉസ്താദാണ് ഉമ്മയുടെ ഉപ്പ തൃക്കരിപ്പൂര് ഷാവുൽ ഹമീദ് തങ്ങൾ. മഹാന ഉള്ളാൾ തങ്ങളുടെ ഷെയ്ഖാണ്. അപ്പം അക്കാലത്ത് ഹാഫിളായിട്ട് കേരളത്തിൽ ഉപ്പാപ്പയും 2 ആൾ മാത്രമേ ഉപ്പാപ്പ ഹിഫ്ള് പഠിച്ചത് മക്കയിൽ പോയിട്ടാണ്. അന്നൊന്ന് കേരളത്തിൽ ഒറ്റ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഇല്ല. അപ്പം അതിൽ നിന്ന് പഠിച്ച ഒരു കഴിവ് ഉമ്മൻ്റെ അടുത്തുണ്ട്. ആ ഉമ്മ കഴിവ് മാത്രമല്ല, ഉമ്മ അന്ന് ദ്വാർക്കുന്നൊരു ദ്വാണ്ട്, എപ്പോഴും ഉമ്മൻ്റെ ദ്വാണ് മനസ്സറിഞ്ഞിട്ട് എൻ്റെ മക്കളെ ഇൽമ കൊണ്ട് ദുന്യാവിലും ആഖിറത്തും രാജാക്കന്മാരാക്കണേ എന്നുള്ള ഒരു മനസ്സറിഞ്ഞുള്ള ദ്വാ. ആ ദ്വാക്കും കാരണമുണ്ട്. കാരണം തൃക്കരിപ്പൂര് ഷാവുൽ ഹമീദ് അൽ ബുഖാരി തങ്ങൾ, അവരെ ഉമ്മാക്ക് 3 പെൺമക്കളായിരുന്നു, ആൺമക്കൾ ഇല്ലായിരുന്നു. അങ്ങ് നേർച്ചാക്കി അഷേഖ് മീറാൽ നാഹൂരി റളിയല്ലാഹു ഷാവുൽ ഹമീദ് മീറാൽ നാഹൂരി ഒരു കുട്ടി ഉണ്ടായി, ആ പേരിടുന്ന നേർച്ചാക്കി പേരിട്ടു. പിന്നെ അന്ന് തൊട്ട് ഉമ്മ ദ്വാരക്കാൻ തുടങ്ങി, എൻ്റെ മകനെ ഇൽമ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും രാജാവാക്കണേ എന്നുള്ള. അത് ഉപ്പാപ്പ അക്കാലത്ത് ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു, വലിയ സൂഫിയായിരുന്നു, ദുആ കിജാബത്തുള്ള വലിയ മഹാന്, എന്നാലോ വലിയ സമ്പന്നനും. റബ്ബർ എസ്റ്റേറ്റിൽ ഉപ്പാപ്പ കന്നുണ്ട്, അതുപോലെ തന്നെ ചെറുപ്പത്തിൽ ഉപ്പാപ്പക്ക് 12 മുറി പീടിക കണ്ട്. അപ്പോൾ ഇമ്മതെല്ലാം കണ്ടപ്പോൾ അതോ ഒരു ബിസിനസ് നടത്തിയിട്ടല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരികടയോ ഷെയർ ഒന്നും നടത്തിയിട്ടല്ല, വെറും ദറസ് നടത്തി മാത്രം. 40 വർഷത്തിലേറെ കാലം ഉപ്പാപ്പ തൃക്കരിപ്പൂര് ദറസ് നടത്തിയിട്ടുണ്ട്. തൃക്കരിപ്പൂര് 10-11 അളമറ കിതാബുണ്ട്. എല്ലാം ഉപ്പാപ്പൻ്റെ കിതാബ് തന്നെയാണ്. മാത്രമല്ല എല്ലാ കിതാബിലും ഉപ്പാപ്പയുടെ കയ്യക്ഷരം കാണാൻ ചെയ്യും. അപ്പോൾ ആ ഉപ്പാപ്പയിൽ നിന്ന് ഉമ്മ പാഠം പഠിച്ചു, അവരുടെ ഉമ്മ ദ്വാരുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഉമ്മയും സദാസമയത്തും ദ്വാരക്കും. മാത്രമല്ല ഞങ്ങളുടെ ഓരോ അനക്കങ്ങളും ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും ഉമ്മ ശരിക്കും ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ ചെറുപ്പത്തിലേ മനസ്സ് നൽകിയ മാതൃവന്ദനം, പിതൃവന്ദനം, ഗുരു വന്ദനം, അതാണ് 3 വസ്തുക്കളുടെ ആദരവ്, ബഹുമാനം, സ്നേഹം. അതാണ് വിജയത്തിൻ്റെ നല്ല തർബീയത്ത്. ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും. പിന്നെ ഉസ്താദാണെങ്കിലും ഷെയ്ഖുൻ നുജൂമ് ബീരാങ്കോയ ഉസ്താദ്, അല്ലാലിമുൽ അല്ലാമ ഷെയ്ഖ് ബീരാങ്കോയ ഉസ്താദ്. അത് ഉപ്പൻ്റെ എല്ലാ മക്കളെയും ഉപ്പ അവരത്തെ ചേർത്ത് ഉപ്പേൻ്റെ പറയൽ ഞാൻ കുട്ടിക്കാലം തൊട്ടേ അറിയും. എല്ലാ തിങ്കളാഴ്ച നോമ്പേൽക്കും, എല്ലാ വ്യാഴാഴ്ച നോമ്പേൽക്കും. കുട്ടിക്കാലങ്ങളിലെ കോടമ്പുഴ പള്ളിയിൽ ദറസ് നടത്തുക, അതനുസരിച്ച് ജീവിക്കുക എന്നതല്ലാത്ത മറ്റൊരു ചിന്ത ഇല്ലായിരുന്നു. അപ്പോൾ ഉപ്പയും ഉമ്മയും ഉസ്താദുമാരെല്ലാം
പിന്നെ ഷെയ്ഖാണ് ഉള്ളാദ് അസി അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസുല്ലാഹു അവരുടെ അടുത്ത് ഞാൻ 8 കൊല്ലത്തോളം കിതാബുൽ ഹിക്മ എല്ലാ ആഴ്ചയും എല്ലാ മാസം കരുവന്തി ദർസ് നടത്തും, ഞാനാണ് വായിച്ചു കൊടുക്കാറുള്ളത്. ഇങ്ങനെ തുടങ്ങിയ ഇതൊക്കെയാണ് എന്നെ ഈ രൂപത്തിൽ ചിട്ടപ്പെടുത്തിയത്. പഠിക്കുന്ന സമയത്ത് റാങ്ക് ഹോൾഡർ വലിയൊരു ബാക്കിയാത്ത സ്വാലിഹാത്തിൽ അവിടെയൊക്കെ വലിയ പഠനങ്ങളൊക്കെ ഉണ്ടായിക്കട്ടെ. അപ്പോഴും സ്ഥാപനത്തിന് എൻ്റെ ജീവിതത്തിൽ ഇന്നും എനിക്ക് ധൈര്യത്തോടെ പറയാൻ ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഗുരുനാഥന്മാരെ ഇതുവരെ വെറുപ്പിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് പറയാൻ. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒക്കെ കാരണങ്ങൾ. മാഷാ അല്ലാഹ്. ഞങ്ങളങ്ങനെ പഠിക്കുന്ന സമയത്തും റാങ്ക് ഹോൾഡർ ആയിരുന്നു. പിന്നീട് ഈ മുദരിസായിട്ട് ഒരുപാട് വർഷം ഉണ്ടായിരുന്നു. ആ ഒരു പ്രൊഫഷണൽ കാലഘട്ടം എങ്ങനെയായിരുന്നു തുടക്കത്തിൽ? ഞാൻ വലിയൊരു ബാക്കിയാത്ത സ്വാലിഹാത്ത് അറബി കോളേജിലാണ് പഠിച്ചത്. ആ പഠിക്കുന്ന കാലത്ത് 5 വക്തിലും ഞാൻ ദ്വാരക്കും ഫാത്തിഹോദി സ്ഥാപനത്തിൻ്റെ ബാനിയുടെ ഹലറത്ത് ചെന്നിട്ട് ഞാൻ ദ്വാരക്കും. എപ്പോഴും ദ്വാരക്ക് എനിക്ക് ദർസ് തരണേ, എനിക്ക് കുട്ടികൾ മരണം വരെയും എൻ്റെ ജീവിതം വിജ്ഞാന പ്രസരണത്തിലായി അതിന് അവസരങ്ങളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും തരണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ പൊട്ടിക്കരഞ്ഞത് വലിയൊരു ബാക്കിയാത്ത സ്വാലിഹാത്ത് നിന്ന് റാങ്ക് കിട്ടി പുറത്ത് വന്ന ടൈമിലാണ്. എനിക്ക് കുറേ ആശങ്കകളായിരുന്നു, എനിക്ക് ഈ ദർസ് നടത്താൻ കഴിയുമോ, കുട്ടികളെ കിട്ടുമെന്നുള്ള. ഷാബാൻ 22-ന് ബാക്കിയത്ത് മദ്രാസ് മെയിലിന് പുറപ്പെട്ടു. 23-ന് കടലുണ്ടിയിൽ എത്തി. അന്ന് തന്നെ മലപ്പുറം മേൽമുറി കോണാമ്പാറ 2 ജീപ്പിന് കാരണന്മാർ കമ്മിറ്റിക്കാർ 10-17 ആൾക്കാർ ഒന്നായിട്ട് വീട്ടിൽ വന്നു. അവിടെ മുദരിസായിട്ട് അന്ന് തന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്തു. അന്ന് അവർ പറഞ്ഞ വാക്ക് 10 കുട്ടികളപ്പുറം കുട്ടികൾ വേണ്ടെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അവിടെ നിന്ന് ആ കുട്ടികളുടെ തെർബിയത്തും ആ ശിക്ഷ കണ്ട് ഇന്നത് 33,000 കുട്ടികളിലേക്ക് 42 വർഷങ്ങളെ കൊണ്ടുണ്ടായ ഒരേ ഒരു പ്രദേശത്ത് മേൽമുറിയിലാണ് അന്നൊന്നും ഒരു പള്ളി സ്വലാത്ത് തുടങ്ങി 42 വർഷത്തെ ഒരേ സ്ഥലത്തും. അതും ഞാൻ എപ്പോഴും പറയും, നമ്മൾക്ക് ആളുകൾക്ക് 2 കൊല്ലം 3 കൊല്ലം 2 കൊല്ലം 3 കൊല്ലം ഇതാക്ക ഹൈറ് തമ്മ ഹൈറ് എന്ന് പറഞ്ഞ പിശാച്ച് എന്ന് മുത്തഫരീദിൽ പറയും. എവിടെയും സ്ഥിരമായി നിൽക്കൂല, എവിടെയും ഉറച്ച് നിൽക്കൂല. നബത്തു സബത്തു ഫനബത്തു. എവിടെ നിങ്ങളെ ഏറ്റവും പേര് എന്നെ റാബിത്ത് എന്നുള്ള പേരെന്തോ നൽകിയ എന്താ എവിടെയും ഒരു ഉറച്ച് തീരുമാനത്തിൽ ഇങ്ങനെ ഈ പാത്രയും കൊണ്ട് ചാഞ്ചാട്ടം പാടില്ല. ഒരു നല്ലൊരു ഫീൽഡ് കണ്ടെത്തുക, അതവിടെ ഉറച്ചു നിന്നുകൊണ്ട് അത് ഏതറ്റം വരെയും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളെ പേര് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ് നബത്തു ഫസബത്തു എന്നുള്ളത്. ഏതായാലും ആ പേര് വെച്ച് ഏതായാലും നിങ്ങളെ ഉപ്പ അബ്ദുറഹ്മാൻ വലിയ സന്തോഷമായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് ഉസ്താദ് എല്ലാവരും പേര് ഓർമ്മ ഉണ്ടാവാറുണ്ട്. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് എല്ലാവരും പേര് ഓർമ്മ ഉണ്ടാവും. അത് നമ്മളെ പേര് മാത്രമല്ല, ചിലപ്പോൾ ഉപ്പൻ്റെയും ഉപ്പയുടെയും പേരമക്കളുടെ പേരടക്കം ഉസ്താദിനെ ഓർത്ത് വെക്കും. അതെങ്ങനെയാണ് എല്ലാവരും ഉസ്താദിനെ ഓർമ്മ, എല്ലാവരെയും ഓർമ്മ എങ്ങനെയാണ്? പലർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ്. കാരണം ഇപ്പോൾ ഒരുപാട് ആളുകളെ പരിചയം ഉസ്താദിൻ്റെ ജീവിതത്തിൽ ഡെയിലി ഒരുപാട് ആളുകൾ കാണും. അവസാനം ഇത്ര വർഷം കഴിഞ്ഞാൽ ആ പേര് എങ്ങനെയാണ് ഓർമ്മ വരുന്നത്? മഹാൻ അബൂ ശുജാ റളിയല്ലാഹു തആല തങ്ങൾ മരിക്കുമ്പോൾ 160 വയസ്സ് ഉണ്ട്. അപ്പോൾ ഈ 160 വയസ്സ് വരെയായിട്ട് മഹാനോൾക്ക് മെമ്മറി പവറിന് യാതൊരു തകരാറും സംഭവിച്ചിട്ടില്ല. നമുക്കിപ്പോൾ 60, 70, 80 കഴിയുമ്പോഴേക്ക് എല്ലാം നഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് ഉണ്ടെന്ന് ചോദിച്ചു. അതിന് പറഞ്ഞ മറുപടി, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരു തെറ്റുകുറ്റങ്ങൾ ചെയ്തില്ല. അപ്പോൾ ആയതുകൊണ്ട് എൻ്റെ വാർദ്ധക്യത്തിൽ എനിക്ക് വിഷമകരാവുന്നൊന്നും അള്ളാഹു തആല എനിക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ചെറുപ്പത്തിലെ ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും ഈ മറ്റ് കൂട്ടുകെട്ടുകളോ മറ്റ് പൈശാചിക ചിന്തകളോ മറ്റോ വരാതെ, ഞാനതിൻ്റെയൊക്കെ ക്രെഡിറ്റ് എൻ്റേതല്ല, ഞാനൊന്നുമല്ല. പക്ഷെ ഉപ്പയും ഉമ്മയും ഉസ്താദും അങ്ങനെ വളർത്തി കൊണ്ടുപോകാൻ ചെയ്തിരുന്നു. അപ്പോൾ ഓരോരുത്തരും സ്നേഹിക്കുന്നവരെ നന്നായി സ്നേഹിക്കാനും ആ സ്നേഹിക്കുന്നവരെ അവർക്ക് പകരം നൽകാൻ നമുക്കിതൊക്കെ ചെയ്യുന്നപ്പോൾ ഈ ബിഗ് സീറോ എന്ന് തുടങ്ങിയതാണ് മഅദീൻ എന്ന് പറഞ്ഞത്. അതായത് 1 സെൻറ്റ് ഭൂമി പോലും സ്വന്തമായിട്ടില്ലാതെ ആ 28 വർഷം കൂടി 250 ഏക്കർ ഭൂമിയാക്കണത്, അതുപോലെ തന്നെ 10-55 സ്ഥാപനങ്ങളാക്കുന്നത്, 10-33,000 കുട്ടികളായി മാറുന്നത്, ഇതൊന്നും ഇപ്പോൾ ഒരു മനുഷ്യരെ കൊണ്ട് ചിന്തിക്കാനും സ്വപ്നത്തിൽ കാണാൻ പോലും പറ്റുന്നില്ല. സ്നേഹം അങ്ങോട്ട് കൊടുത്താൽ അത് അവർക്ക് ഇങ്ങോട്ട് സ്നേഹം അവർ തിരിച്ച്
തരും. അപ്പോൾ അവർ തരുന്നവർക്കൊക്കെ അവരെ മക്കളും മരുമക്കളെയും പേരക്കുട്ടികളെയും കുടുംബത്തിലൊക്കെ പറഞ്ഞ് ദുആർന്ന് കൊടുക്കും. അഷ്റഫുൽ ഖൽഖ് സ്വഭാവങ്ങളുടെ സ്വഭാവം അങ്ങനെയായിരുന്നല്ലോ. ഈ വഫ്ദ് അബ്ദുൽ ഖൈസിൻ്റെ ആ സംഭവങ്ങളൊക്കെ എന്താകണത്, ഓരോരുത്തർ അള്ളാഹിൻ്റെ റസൂലിന് മുന്തിറല്ലേ, മുങ്കിതല്ലേ, അങ്ങനെ തുടങ്ങിയിട്ട് ഇങ്ങനെ ബഹ്റൈനിൽ, അതായത് ഇപ്പോഴത്തെ അൽ ഹസൻ സൗദിയിൽ. അപ്പോൾ അത് ആരെ അത് അവരെ നല്ലോണം സ്വാധീനിച്ചു. അത് എന്നെയും വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇന്നലെ ഞാൻ ശ്രദ്ധിച്ചത്. തങ്ങളിങ്ങനെ ആ സദസ്സിലുള്ള എല്ലാവരുടെ പേരെടുത്ത് പറഞ്ഞു, എന്നെ തങ്ങൾ പറഞ്ഞു, എനിക്കത് ഷോക്കായി. ഞാൻ ഒരിക്കലും തങ്ങൾക്ക് അറിയുമെന്ന് വിചാരിച്ചിട്ടില്ല. അതായത് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ അത് പ്രശംസിക്കാനും നല്ല ആളുകളെ ഓർത്തെടുക്കാനും അവരെ പറയാനും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ അത് ഏറ്റവും വലിയ ഹാപ്പിനെസ് ഞാൻ കണ്ടുനിന്നതിലാണ്. അപ്പോൾ അവിടെയും 2118 അധ്യാപകരുണ്ട്. ഇത് അവിടെ നിന്ന് ആരും അങ്ങനെ രാജിവെച്ച് പോകാറൊന്നുമില്ല. അതായത് പ്രധാനപ്പെട്ട തസ്തികകളിൽ ഒരാൾ ഇതുവരെ രാജിവെച്ച് പോയിട്ടില്ല. അതിന് പ്രധാന കാരണം ഇതിനേക്കാൾ ഉയർന്ന ശമ്പളവും സൗകര്യങ്ങളൊക്കെ പലരും ഓഫർ ചെയ്യാറുണ്ട്. പക്ഷേ 42 കൊല്ലം മുമ്പ് ഞാൻ ദർസ് തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ വന്നാണ് ഇപ്പോൾ സയ്യിദ് അലവി സായിദി ഉസ്താദ്, അവിടുത്തെ മാനേജർ, അതുപോലെ തന്നെ ജലീൽ സഖാഫി, ഇങ്ങനെ തുടങ്ങിയവരൊക്കെ അവരാ ചേർത്ത് പിടിക്കുന്നു, അവർക്ക് വേണ്ടി ദ്വാർക്കുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ വീട്, ഇതാണ് എൻ്റെ കുടുംബം, ഇതാണ് എൻ്റെ സ്ഥാപനം എന്ന ഒരു തിരിച്ചറിവുണ്ടായാൽ പിന്നെ എന്ത് കൊടുത്താലും അവർ പോകൂല. അവരുടെ ഒരു വീടായി കാണുന്നു, അവരുടെ നാടായി കാണുന്നു, അവർ എന്നെ വാപ്പയെ പോലെ കാണുന്നു, ഞാൻ അവരെ മക്കളെപ്പോലെ കാണുന്നു. ആയതുകൊണ്ട് ഇപ്പോൾ ഈ റംള 26 ജനലക്ഷങ്ങൾ ഒരുമിച്ച് വലിയ പരിപാടിയാണ്. പക്ഷേ ഞാൻ ഇവിടെ നിൽക്കുന്നത് പക്ഷെ A to Z കാര്യങ്ങൾ നടക്കും. അവിടെയുള്ള ഉസ്താദുമാർ ആത്മാർത്ഥമായിട്ട് ചെയ്യും. മാഷാ അല്ലാഹ്. തങ്ങളെ വിധിച്ചതേ കൊയ്യെന്ന് പറയുമ്പോൾ തങ്ങളുടെ തങ്ങളെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കും. ഒരു കളങ്കയില്ല. തങ്ങൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവും. എത്ര സമയമാണെങ്കിലും ഒരാളെ കേട്ടിരിക്കും. അത് വലിയൊരു ക്വാളിറ്റിയാണ്. മാഷാ അല്ലാഹ്. പിന്നെ തങ്ങളിങ്ങനെ പറയുന്നതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചത് മഹദിന്റെ കീഴിൽ കേരളത്തിൽ തന്നെ എനിക്കൊന്നും ഒരു ഡി അഡിക്ഷൻ സെന്റർ തോന്നുന്നു, ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ. അത് തന്നെ 20,000-ഓളം അധികം ആളുകളാണ് അവിടുന്ന് ലഹരി വിമുക്തമായി പുറത്തു വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മൾ ഇന്ന് ഡി അഡിക്ഷൻ സെന്ററിന്റെ ആവശ്യകത നമുക്ക് മനസ്സിലാവാണ്. ഞാൻ മനസ്സിലാക്കുന്നത് തങ്ങൾ 6 വർഷം മുമ്പേ ഇത് തുടങ്ങിയിട്ടുണ്ടല്ലേ? സത്യത്തിൽ 6 വർഷം മുമ്പല്ല, 10 വർഷം മുമ്പ് തുടങ്ങിയാണ്. അങ്ങനെ അതിൽ ഒരു സൈക്കോളജിസ്റ്റിനെ ഏൽപ്പിച്ചു. പക്ഷേ അയാളത് മടുത്തു, അയാളത് ഒഴിവാക്കിപ്പോയി. അപ്പം ഞാൻ നിരാശപ്പെട്ടു. അതിൽ ഞാൻ അവിടെയുള്ള ഒരു സ്റ്റാഫ്, അപ്പോൾ കുറേ ഫോൺ കോളുകൾ വരുന്നു. അപ്പോൾ അത് പൂട്ടിപ്പോയി എന്ന് അയാൾ പറഞ്ഞില്ല. ആ വന്ന എല്ലാ പേരുകളും അയാൾ എഴുതി എടുത്ത് പറയും, അടുത്ത് തുടങ്ങുമ്പോൾ അങ്ങോട്ട് പറയാമെന്ന് ഊട്ടി എന്നുള്ളത്. അതാണ് അവിടുത്തെ സ്റ്റാഫ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ അതിൻ്റെ MD ആകുന്ന ഷബീർ അദനി എന്നോട് വിളിച്ചിട്ട് ഉസ്താദ് എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാനത് ഭംഗിയായിട്ട് നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അത് അപ്പോൾ അങ്ങനെയാണ് അതിൽ ഓരോ സ്ഥാപനങ്ങളും ഓരോ സാഹചര്യത്തിൽ. അപ്പോൾ ഇപ്പോൾ നവീകരിച്ചിട്ട് ഡി അഡിക്ഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മെൻ്റലി ഹെൽത്ത് സെൻ്ററായിട്ട് കുറേ വിപുലീകരിച്ച് തുടങ്ങിയിട്ട് 6 വർഷം കഴിഞ്ഞു. ഒരു ഹെൽത്ത് സെൻ്റർ ആണെങ്കിലും, അതുപോലെ മിംഹാർ ആണെങ്കിലും, സ്റ്റുഡിയോ ആണെങ്കിലും, ഫോറിൻ ലാംഗ്വേജ് ആണെങ്കിലും, അതുപോലെ തന്നെ ഇന്നത്തെ ഈ സലാത്ത് മജ്ലിസ് ആണെങ്കിലും, അതുപോലെ തന്നെ ഈ സംഘടിതമായ ഇഫ്താർ, ഇങ്ങനെ തുടങ്ങിയ വനിതാ ക്ലാസ്, ഇതൊക്കെ തുടക്കം കുറിച്ചത് മഅദിൽ നിന്നാണ്, സ്വലാത്ത് നഗർ നിന്നാണ് എന്നുള്ള വലിയ സന്തോഷം. മാഷാ അല്ലാഹ്. എല്ലാ സ്ഥാപനങ്ങൾക്കും ഒരു മാതൃകയാണ്. കാരണം ആദ്യം തുടങ്ങാൻ ഇതിനൊക്കെ പ്രയാസം. ഒരു മുൻമാതൃക ഉണ്ടെങ്കിൽ പിന്നീട് സിമ്പിളാണ്. നമ്മൾ എന്തൊരു വിഷയമാണെങ്കിലും, നമ്മൾക്കൊരു കുളത്തിന് ചാടാനാണെങ്കിലും ആദ്യ ഒരാഴ്ചയുടെ പിന്നെ സിമ്പിളാണ്. അപ്പോൾ ഒരുപാട് കാര്യത്തിന് തങ്ങൾക്ക് മാതൃക ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്. പ്രത്യേകിച്ച് സ്റ്റുഡിയോ ഒക്കെ തുടങ്ങുമ്പോൾ അന്നൊന്നും നമ്മളെ ആൾക്കാർക്ക് ആർക്കും സ്റ്റുഡിയോ അത് ഇസ്ലാമിന് പറ്റുമോ, അത് ഇസ്ലാമിന് പുറത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് പലരോടും ഞാനത് പറഞ്ഞു നോക്കി, ആരും ഉൾക്കൊള്ളാൻ തയ്യാറ്. പക്ഷേ ലോക്ക്ഡൗൺ സമയത്താണ് അതിൻ്റെ ആവശ്യകത ലോകം തിരിച്ചറിഞ്ഞ് പിന്നെ എല്ലാ സ്ഥാപനങ്ങളും അവിടുത്തെ സ്റ്റുഡിയോ കാണും, പഠിക്കും. എന്നിട്ട് എല്ലാവരും തുടങ്ങാൻ വേണ്ടി തുടങ്ങി. പ്രത്യേകിച്ച് ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ വളരെ വിഷമിക്കേണ്ട ടൈമാണ്. എനിക്കൊരു ബാക്ക് പെയിൻ സർജറി കഴിഞ്ഞ്, പക്ഷേ എനിക്ക് നല്ല ഹാപ്പിനെസ്, ഞാൻ സ്നേഹകുടുംബം മറ്റേ ക്ലാസ്സുകളൊക്കെ നന്നാക്കിയിട്ട് റൂഹുള്ള വാക്കുകൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നപ്പോൾ അതാണ് ഈ നമ്മൾ നല്ലത്. എന്തോ ഒരു അന്ധമായ ഒരു വിരോധം, പുതിയതിനൊക്കെ എതിർക്കുക എന്നുള്ള ശൈലി അത് ശരിയല്ല.
അപ്പോൾ സ്റ്റുഡിയോ തുടങ്ങിയത്, അതുപോലെ തന്നെ മിംഹാർ തുടങ്ങിയത്, അതുപോലെ ഫോറിൻ ലാംഗ്വേജ് തുടങ്ങിയത്. ഇപ്പോൾ ആദ്യമായിട്ട് ഫോറിൻ ലാംഗ്വേജ് തുടങ്ങുമ്പോൾ അന്ന് സ്പെയിനിൽ ഒരു വൈസ് ചാൻസലർ വന്നിട്ട് 22 രാജ്യങ്ങളിലെ ഔദ്യോഗിക ഭാഷയാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾ പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അള്ളാഹു എന്നറിയ പരിഹസിച്ചിരുന്നു. അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ആ ട്രാൻസ്ലേഷൻ്റെ പോലും ഇത് പറയേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. പക്ഷേ പിന്നെ അയാളും അവിടെ പഠിക്കാൻ വേണ്ടി വന്നു എന്നുള്ളതാണ്. മുൻകൂട്ടി ഒരു ഫാർസൈറ്റ് മഹദിന്റെ ആ ഒരു ലൈബ്രറി ഒക്കെ തന്നെ ഒരു ആകർഷിച്ച ഒരു സംഭവമാണ്. ആ തുടക്ക സമയത്ത് തന്നെ ഈ റിപ്പബ്ലിക് ഡേന്റെ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഓരോ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും അതൊക്കെ എങ്ങനെയായിരുന്നു? അത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാ സ്റ്റുഡിയോയിലാണെങ്കിലും ഈ ലൈബ്രറി ആണെങ്കിലൊക്കെ അത്രയും ഒരു അതിനൂതന രീതിയിൽ. അതായത് ഞാൻ പറഞ്ഞിപ്പോൾ ഞാൻ എൻ്റെ ഉപ്പയിൽ നിന്ന്, എൻ്റെ ഉമ്മയിൽ നിന്ന്, എൻ്റെ ഗുരുനാഥൻ ഞാൻ പഠിച്ച കുറേ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ സ്റ്റാഫാണെങ്കിൽ എല്ലാവരും 10-40 കൊല്ലത്തോളം എന്നിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ. അപ്പോൾ എന്തുണ്ടെങ്കിലും അവിടെ കൂടിയിരിക്കും, ആലോചിക്കും. ഇപ്പോൾ റിപ്പബ്ലിക് വരികയാണെങ്കിൽ ഇവിടെ നടത്താത്ത റിപ്പബ്ലിക് ആഘോഷം എന്നാലും അനിസ്ലാമികമായിട്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കൂടി ചർച്ച ചെയ്യും. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എടുക്കും, മുഷാവറകൾ. അതാണ് ഈ പ്രവാചക തിരുമേനി പഠിപ്പിച്ച. ഇത് തന്നെ വല്ലാതെ സ്വാധിച്ച മാ അല മനിക്തസദ വമാ ഖാബ മനിസ്തഖാറ വമാ നദിമ മനിസ്തഷാറ. ജീവിതത്തിൽ എപ്പോഴും മിതത്വം പാലിക്കുക, എന്നാൽ ദാരിദ്ര്യം ഉണ്ടാകൂല. പ്രത്യേകിച്ച് ലൈംഗിക വിശുദ്ധി, സാമ്പത്തിക വിശുദ്ധി, ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മുഖമുദ്രയാണ്. അത് ജീവിതത്തിൽ ഇപ്പം 42 കൊല്ലമായി ഇന്ന് വരെ ഞാൻ മേൽമുറിന്ന് ഒരാളോട് ₹1 കടം വാങ്ങിയിട്ടില്ല. ഒരാൾക്ക് കടം കൊടുക്കാനുണ്ട് എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. അത് എൻ്റെ ജീവിതത്തിൽ അതുപോലത്തെ വിശുദ്ധിയിലൊക്കെ. പിന്നെ എന്തുണ്ടെങ്കിലും മാനദിമ മനിസ്തഷാറ, കൂടി ആലോചിക്കുക. നമ്മളെല്ലാവരോടും അതിന് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട്, അതിനെക്കുറിച്ച് എക്സ്പേർട്ടുകളോട് അതിനെക്കുറിച്ച് ഇപ്പോൾ ഏത് വിഷയത്തിലാണെങ്കിലും. അപ്പോൾ അതിൽ നമുക്ക് കുറേ അഭിപ്രായങ്ങൾ, അത് ചെറിയ കുട്ടികളിലും നല്ല കഴിവുള്ള കുട്ടികൾ, അവിടുത്തെ കുട്ടികൾക്കൊക്കെ വന്നിട്ട് അവർക്ക് എന്ത് അഭിപ്രായങ്ങളും എന്നോട് പറയാം. അത് അഭിപ്രായങ്ങൾ നല്ല അഭിപ്രായമുള്ള കുട്ടിക്ക് ഞാൻ നല്ല പ്രോത്സാഹനം നൽകും, എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട്. അങ്ങനെ എല്ലാം കൂടി വരുന്നതുകൊണ്ടാണ് ഇതെല്ലാം ഒരു പ്രത്യേക രൂപത്തിലും ഭാവത്തിലുമായി മാറണത്. പല ആളുകൾക്ക് ഇങ്ങനെ ഈ പുതിയ തലമുറ ചിലപ്പോൾ കേൾക്കാനൊരു ഇതുണ്ടാവും, ഇവർ ചെറിയ ആൾക്കാരാണ് നമ്മളെങ്ങനെയൊക്കെ. നിങ്ങളുടെ ആ ഡോക്യുമെന്ററി ഒക്കെ ഭയങ്കര മാഷാഅല്ലാ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഡോക്യുമെന്ററി ആയിരുന്നു. അതിലിപ്പോൾ ഡോക്യുമെൻ്ററിലൊക്കെ പ്രത്യേകിച്ച് എൻ്റെ വിജയ വളർച്ചയിലും ഏറ്റവും പ്രധാന ഘടകമാണ് ഉമർ മേൽമുറി, മാജ അക്കാദമി ഡയറക്ടറായിട്ട്. അവരൊക്കെ കൂടെ നിന്നിട്ട് അവരുടെ കുടുംബം, പ്രത്യേകിച്ച് കുഞ്ഞാപ്പോജി എന്ന് പറയുമ്പോൾ എന്നെ വല്ലാതെ വേദനിപ്പിച്ച് അവരൊക്കെ മരണം എന്ന് പറഞ്ഞിട്ടാണ്. അഞ്ചഖാൻ സഖാഫി, അങ്ങനെ ബാസ്പനക്ക്, അങ്ങനെ തുടങ്ങിയിട്ട് കുറേ അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരും അത് ഒരു സ്വന്തം ഒരു വീടായിട്ട് അവർ കാണുന്നു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ. മാഷാ അല്ലാ. ഇപ്പോഴത്തെ ഈ ഒരു ഇന്ന് ന്യൂ ജനറേഷനായിട്ട് ഇപ്പോൾ ഉസ്താദുമാർക്കിടയിൽ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പോൾ സാധാരണ പഠിച്ചിറങ്ങാറുണ്ട്. പക്ഷെ അവർക്കൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുതിയ സാധ്യതകൾ കിട്ടാറില്ല ചില ആളുകൾക്കൊക്കെ. അപ്പോൾ ഇപ്പോൾ ഞാനിങ്ങനെ ഈ ബ്ലോഗിങ്ങിലേക്ക് വന്നപ്പോൾ എൻ്റെ വീഡിയോന് കമൻറ്റിലൊക്കെ കുറേ ആളുകൾ പറയാറുണ്ട് ഇങ്ങനെ. അതായത് പഴയ കാലത്ത് നമ്മൾ മുമ്പൊക്കെ ഒരു ഉസ്താദായി എന്ന് പറഞ്ഞാൽ വെറും പള്ളിയിൽ മാത്രമായിരുന്നു ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങളിങ്ങനെ ലോകരാജ്യങ്ങളിലൂടെ ഇങ്ങനെ 10-20 രാജ്യങ്ങൾ യാത്ര ചെയ്യുന്നു, ഇതൊക്കെ കാണുമ്പോൾ ഒരു ബ്ലോഗിങ്ങും അതുപോലെ ഇപ്പോൾ പെർഫ്യൂമിന്റെ ബിസിനസ്സിലേക്ക് ഇറങ്ങി. അപ്പോൾ ഉസ്താദായി കഴിഞ്ഞാൽ ബിസിനസ്സും ബ്ലോഗറും യൂട്യൂബർ ഇതൊക്കെ ആവാന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉസ്താദുമാരായി കഴിഞ്ഞാലും എല്ലാ മേഖലകളിൽ സമൂഹത്തിൽ ഏത് മേഖലയിലേക്ക് ഇറങ്ങാൻ പറ്റും അല്ലേ? അതായത് ഈ ഞാൻ പള്ളി ദർസിൽ ഓതി കൊടുക്കലേ പാടുള്ളൂ, വേറെ ഒന്നും ചെയ്യരുത് എന്നുള്ള ധാരണ നമ്മുടെ ചിലരിലുണ്ട്. അങ്ങനെ കമ്മിറ്റിക്കാരും നാട്ടുകാരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ഉസ്താദ് കാർ ഓടിച്ചു പോകും, എന്താ ഉസ്താദ് കാർ ഓടിച്ചു പോകുന്നത്, ഉസ്താദ് മരത്തിമ്മ കയറിയ, ഉസ്താദ് എന്താ മരത്തിമ്മ കയറുന്നത്, അതൊന്നും ഉസ്താദ് നിറ മലക്കാണ് എന്നൊക്കെ മനസ്സിലാക്കിയ കുറേ ധാരണകൾ. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത് ഒരു ഉസ്താദ് എല്ലാ വിഷയത്തിലും 1-ാം നമ്പർ ആയിരിക്കണം. അയാളായിരിക്കണം ആ നാട്ടിലെ ഏറ്റവും കൂടുതൽ സയൻറ്റിസ്റ്റ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സയൻസ് അറിയുന്ന ആളായിരിക്കണം. അയാളായിരിക്കണം ഏറ്റവും നല്ല ടീച്ചർ അയാളായിരിക്കും. എന്നാൽ നല്ല വൈദ്യനായിരിക്കണം. എന്നാലോ നാട്ടിൽ ഏത് വിഷയത്തിലും അഭിപ്രായം ചോദിക്കാൻ അയാളായിരിക്കണം. അയാൾ നല്ല ബ്ലോഗറായി മാറണം. അയാൾ നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് മാറണം. പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് ഇസ്ലാം പ്രചരിക്കുന്ന പ്രധാന ഘടകമാണ് ഹദറമി സാദാത്തുക്കൾ. ഈ ഹദറമി സാദാത്തുക്കളൊക്കെയും ഇപ്പോൾ ഹബീബ് ഉമർ തങ്ങൾ,
ഇപ്പോൾ മദീൻ കഴിഞ്ഞ ഉമർ ഹഫീൽ തങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ 20-ാം തീയതി മദീൻ ഗ്രാൻഡ് മസ്ജിദ് സമർപ്പിച്ച 20 കൊല്ലം മുമ്പ് അവിടെയുള്ള മുഴുവൻ തങ്ങന്മാരും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെത്തി ബിസിനസ് ആവശ്യാർത്ഥാണ്. എന്നിട്ട് ആ ബിസിനസ്സിലൂടെയാണ്, അതായത് ഗസാലി ഇമാം പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു മനുഷ്യൻ്റെ തനി സ്വഭാവം അറിയണമെങ്കിൽ ഒന്ന് സാമ്പത്തിക ഇടപാട് നടത്തണം, മറ്റൊന്ന് യാത്ര ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ബിസിനസ്സുകളിൽ അവരെ സത്യസന്ധത പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടു. എന്നാൽ അവരെ വാക്കുകളിലും പ്രവർത്തനങ്ങളിലും ചിന്തകളിലുണ്ടാകുന്ന കൃത്യനിഷ്ഠതയും ആ ഭാവനാസമ്പന്നതയും അതുപോലെ ഉൾക്കാഴ്ചയും അവരെ ആ വിഷനും മിഷനൊക്കെ അങ്ങനെയാണ് ഇസ്ലാമിലേക്ക് വന്നത്. അല്ലാതെ ആരും ഇങ്ങോട്ട് വരിയെന്ന് പറഞ്ഞിട്ട് ഒരാളെയും കൊണ്ടുവന്നിട്ടില്ല. അതായത് നമ്മളൊരാളെയും ആശ്രയിക്കരുത്. ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ പെരണ്ടാക്കാൻ, മോളെ കെട്ടിക്കാൻ, അല്ലെങ്കിൽ മറ്റാവശ്യത്തിന് ഉസ്താദിനെ മോളെ കെട്ടിക്കണം, ഉസ്താദിന് പെര ഉണ്ടാക്കണം. ഞാനിപ്പോൾ 42 കൊല്ലമായി, എൻ്റെ ജീവിതത്തിൽ 61 വയസ്സായി, ഇന്ന് വരെ ഒരാളോടൊരു വിഷയം പറയേണ്ടി വന്നിട്ടില്ല. പലപ്പോഴും ഞാൻ പഠിക്കുന്ന കാലത്ത് 84 അലിഫാദ് പത്രത്തിൽ ഉള്ളാളത്തങ്ങളൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, എത്ര കാലം ഇവിടെ നിൽക്കണമെന്ന്. അപ്പോൾ അതിന് പറഞ്ഞത് മറുപടി, എൻ്റെ ഒരു കാല് ഉള്ളാളിലുമാണ്, ഒരു കാല് കാറിലുമാണ്, എനിക്ക് എപ്പം വേണമെങ്കിലും ഇവിടുന്ന് പോകുന്നതിന് യാതൊരു കുഴപ്പവും ഇല്ല എന്ന് പറയും. അപ്പം നമ്മൾ നിൽക്കുന്ന നാട്ടുകാരെ അല്ലെങ്കിൽ ഭാര്യമാരെ മക്കളോട് ഒന്നും ആശ്രയിക്കരുത്. നമ്മളെല്ലാവരും ആശ്രയിക്കണം, നമുക്കെല്ലാവർക്കും ചെയ്തു കൊടുക്കാൻ കഴിയണം. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്ന പരിപാടി 1000 കോടി രൂപ ചിലവഴിച്ച് വലിയൊരു സ്ഥാപനം ഉണ്ടാക്കിയാൽ ഇത്രമാത്രം ആളുകളിലേക്കൊരു സന്ദേശം എത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു ബ്ലോഗറാകുക എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ കുറഞ്ഞ ചിലവിൽ കുറേ ആളുകളിലേക്ക് സന്ദേശം എത്തിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും എന്നെ സന്തോഷിപ്പിച്ച രംഗങ്ങൾ ഈ പെർഫ്യൂം ബിസിനസ്സിൽ ദിനം പ്രതി ഗസയിലും അതുപോലെ തന്നെ മറ്റ് ഫലസ്തീനിലൊക്കെ ആളുകൾക്ക് നോമ്പ് തുറപ്പിക്കാനും ഭക്ഷണങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളത് എത്ര വലിയ സ്തുത്യർഹമായ കാര്യങ്ങളാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ എല്ലാം ഒരു ഉസ്താദ് തന്നെ ആയിരിക്കണം. ഉസ്താദ് നാട്ടുകാരെ ആശ്രയിക്കരുത്, നാട്ടുകാർ മുഴുവൻ എല്ലാ വിഷയത്തിലും ഉസ്താദിനെ ആശ്രയിക്കാം, അങ്ങനെ മേഖലയിലേക്ക്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതാണ് ഏറ്റവും ചുരുങ്ങിയത് 500 PhD ഉള്ള ഹദീസ് പണ്ഡിതന്മാർ വരണം എന്നുകൊണ്ടാണ്. അപ്പോൾ ആയതുകൊണ്ടാണ് ഈ JRFനും PhDക്കും ഒക്കെ ഇത്ര പ്രോത്സാഹനം നൽകുന്നത്. ഏറ്റവും കൂടുതൽ അധനികളായിരുന്നു. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ OBCയിൽ 90 പേർക്ക് JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ UGC ഒരു കുട്ടിക്ക് 5 ലക്ഷം റുപ്യ കൊടുക്കണം, മാസം പ്രതി 45,000 റുപ്യ അവൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ എത്ര വലിയ ഭാരിച്ച ചുമതല. 2.5 കോടി റുപ്യ വരണം. അതൊക്കെ വലിയ വലിയ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ചർച്ചയാണ്. നമ്മുടെ കുട്ടികളൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഒരേ ഒരു വിദ്യാഭ്യാസമേ ഉള്ളൂ, പൊതുവിദ്യാഭ്യാസം. നമ്മളെ കുട്ടിക്ക് നേടാൻ കഴിയുന്നില്ല. എന്നാലോ അധിനികളാണെങ്കിൽ ഈ ഭൗതിക വിദ്യാഭ്യാസം അവർക്ക് സൈഡായിട്ടേ ഉള്ളൂ, മതവിദ്യാഭ്യാസം അവർ ഫോക്കസ് ചെയ്യും. എന്നിട്ട് എങ്ങനെയാണ് അവർക്ക് നേടാൻ കഴിയുന്നു എന്നുള്ളത് ഞാൻ അതിലും മനസ്സിലാക്കുന്ന പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിക്ക് കഴിയില്ല സാധിക്കൂല എന്ന് പറഞ്ഞാൽ അവരെ കഴിവിന് പരിധി നിശ്ചയിക്കുന്നതാണ് തെറ്റ്. അതായത് അവർക്ക് അവസരങ്ങൾ വെച്ച് കൊടുത്താൽ അവർ നമ്മുടെ മോഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അതീതമായിട്ട് എത്രയോ കൂടുതൽ പറക്കാൻ കഴിയും. പക്ഷെ എത്ര പറക്കുമ്പോഴും എത്ര ഉയരത്തിലാണ് പരുന്ത് പറക്കുന്നതെങ്കിലും അതിൻ്റെ ഇര ഭൂമി തന്നെയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കും വേണം. ഞാൻ എപ്പോഴും പഴയതും പുതിയതും സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. മാഷാ അല്ലാഹ്. പലർക്കും ഒരു ഇതുണ്ട്, അത് ഉസ്താദ് ആയി കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ ഒരു തോന്നുന്നു. ഉസ്താദുമാരൊക്കെ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ തന്നെ. അതെ എനിക്ക് തോന്നുന്നു പലരും ഉസ്താദുമാർക്ക് ഈ കമ്മിറ്റിക്കാരൊക്കെ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. കാരണം ജോലി പോകും അങ്ങനെയൊക്കെ തോന്നല്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഉസ്താദുമാരെന്ന് പറയുമ്പോൾ ബഹുഭാഷാ പണ്ഡിതന്മാരാണ്, ലിംഗ്വിസ്റ്റിക് സ്കോളേഴ്സ് ആണ്, നല്ല കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉസ്താദ് നേരത്തെ പറഞ്ഞ 65ഓളം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനിയുള്ള തലമുറക്ക് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുമെന്ന് തോന്നുന്നില്ല അല്ലേ. നമ്മൾ പുറത്താക്കിയാൽ ഉസ്താദ് പട്ടിണിയാവുമെന്ന് കണ്ടെങ്കിൽ പുറത്താക്കാൻ കമ്മിറ്റിക്കാർക്ക് ധൈര്യം വരുള്ളൂ. അതേ സ്ഥാനത്ത് നമ്മൾ പുറത്താക്കിയാൽ നമ്മളെക്കാൾ കൂടുതൽ മൂപ്പര് മുന്നേറും, നമ്മൾ കൊടുക്കുമെന്ന് കണ്ട കമ്മിറ്റിക്ക് ആരും ആ പണിക്ക് നിൽക്കൂല. അപ്പം അതിന് ആദ്യം ഞാൻ കുട്ടികളെ എപ്പോഴും പറയും, നമ്മൾ റാണികളാവണം, തേനീച്ചകളാവരുത്. റാണിയെ ഒന്നിനെ പിടിച്ചാൽ മതിയല്ലോ, പിന്നെ ആയിരക്കണക്കിന് തേനീച്ച നമ്മളെ പിന്നാലെ വരും. അതേ സ്ഥാനത്ത് ഞാൻ 1000 തേനീച്ചനെ കൊണ്ടുവന്നെങ്കിലോ എൻ്റെ കൈക്ക് കുത്തി നിൽക്കുക എന്നല്ലാതെ ഞാൻ പ്രയാസപ്പെടുന്നാലും നേരം അത് മുഴുവൻ പോയിട്ടുണ്ടാവും. അപ്പം വിവിധങ്ങളായ സ്കില്ലുകൾ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കലായിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങൾ. പ്രത്യേകിച്ച് ഇന്നത്തെ സ്കില്ലുകൾ എത്രമാത്രം കൂടുതലുണ്ടോ അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റിയും പെർഫോമൻസും ചെയ്യാൻ
കയ്യിലുണ്ടാകുക. ഏതെങ്കിലും ഒരു വിഷയത്തിലോ 2 വിഷയത്തിലോ പോരാ. ഇപ്പോൾ സ്കില്ലുകൾ ഇപ്പോൾ നല്ല പ്രാസിംഗ് ചെയ്യണം, നല്ല എഴുത്തുകാരനാണ്, നല്ല ഖിറാത്തായിരിക്കണം, കിതാബുകൾ കഴിവുണ്ടായിരുന്നു, നല്ല ക്യാരക്ടറായിരിക്കണം, നല്ല ബ്ലോഗറായിരിക്കണം, അതോടൊപ്പം തന്നെ നല്ല നല്ല അവതരണങ്ങളായിരിക്കും. അങ്ങനെ തുടങ്ങി എന്തെല്ലാം ലോക വിവരങ്ങളുണ്ടായിരിക്കണം. അപ്പോൾ എല്ലാവരും നമ്മളെ ബിസിനസ്സുകാരനായിരിക്കണം, നല്ല സമ്പന്നനായിരിക്കണം. ഇപ്പോൾ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഇപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്ത് ഭരിച്ചിരുന്നു. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ലോകം ഭരിച്ചിട്ടുണ്ട്. നബിയുല്ലാഹി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ലോകം ഒട്ടാകെ അടക്കി ഭരിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് നമ്മൾ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ഹെഡ് ആയിട്ടുണ്ട്. ഇനി അബുൽ അംബിയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വലിയ കോടീശ്വരനാണ്. നബിയുല്ലാഹി അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം 2 ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അമ്പിയാക്കൾ തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള മാതൃക. അത് കഴിഞ്ഞ് നമ്മുടെ മാലിക് ഇമാമാണെങ്കിലും സ്വഹാബാക്കളൊക്കെ 9,000 കോടി രൂപേൻ്റെ ആസ്തി ഉണ്ടായിരുന്നു എന്നല്ലേ എന്താകണത്. ഇപ്പോഴൊക്കെ ഉസ്മാൻ അഫാർ അള്ളാൻ്റെ സ്വത്തുക്കളെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഹുമാസിയാത്ത് ഉസ്മാൻ 5 പ്രിൻസിപ്പാൾ തത്വങ്ങൾ ഞാൻ വല്ലാതെ എന്തായിട്ടുണ്ട്. നമ്മളൊക്കെ ഞാൻ എപ്പോഴും ബിസിനസ്സുകാരെ കാണുമ്പോൾ പറയുന്ന കാര്യമാണ് ഈ 5 കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സും വളരാൻ കഴിയും. ഞാനൊരു മാസികയിൽ വായിച്ചിട്ടുണ്ട്, ഏതൊരു ബിസിനസ്സുകാരനും 50% ബിസിനസ്സും 5 കൊല്ലത്തിനുള്ളിൽ പരാജയപ്പെടും. അതിന് കാരണം എന്താ വെച്ചാൽ, എന്ത് വെച്ചാൽ ഉസ്മാൻ അഫാറുള്ള എന്ന് പറഞ്ഞാൽ കുന്തു ആലിജുഹു എന്നാണ്. അത് ഞാൻ എൻ്റെ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന ഒരു പേഷ്യൻ്റ് പോലെ, അത് ഹാർട്ടിൻ്റെ പൾസ് എന്താണ്, കിഡ്നിൻ്റെ എന്താണ്, ബ്രെയിൻ്റെ എന്താണ്, സോഡിയം എന്താണ്, കാൽസ്യം, അതിൻ്റെ എല്ലാ വശങ്ങളും സദാസമയത്തും നോക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതാണ്. മറ്റൊന്ന് അസ്തസ്മിർ, ഈ എന്തെങ്കിലും ലാഭം കുറച്ചുണ്ടാകുമ്പോഴേക്ക് വലിയ കാറ് വാങ്ങി വലിയ പേരുണ്ടാക്കി ഇവിടെ ബിസിനസ് മൂലധനം എടുത്തിട്ട് ഈ വിത്തെടുത്ത് കുത്തി തിന്നുന്ന കുറച്ച് സ്വഭാവങ്ങൾ. അതുപോലെ തന്നെ 3-ാമത്തെ കാര്യം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ എപ്പോഴും പ്രോഫിറ്റബിൾ. ഞാൻ ലാ അഷ്തരി ഷെയ്ഖൻ, ഞാൻ എന്താവില്ല പ്രോഫിറ്റബിൾ വയസ്സുള്ളതിന് ഞാൻ വാങ്ങില്ല, ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യൂല. പിന്നെ 4-ാമത്തെ കാര്യം വലാ അബ്ഖസു ദിബ്ഹാൻ, ചെറിയ ലാഭമാണെങ്കിലും അത് ചെറുതായി കാണൂല. ലാഭം കിട്ടാവുന്ന ഏതും. പിന്നെ ജാത്തുർ റസഫി റസൈൻ എന്ന് പറഞ്ഞാൽ ഈ 5 കാര്യം. പിന്നെ അതിൽ വേറൊന്നും കൂടി ഉണ്ട്. ഉസ്മാൻ അഫാർ അള്ളാഹ് പറയട്ടെ, അള്ളാഹു റസൂലിൻ്റെ ആവശ്യം എന്ത് സദഖ വേണമെങ്കിലും ആദ്യം കൊടുക്കുന്നത് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇപ്പം ഇന്നലെ ബനിയാസ് കുറ്റ അബ്ദുറഹ്മാൻ എന്നോട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞുള്ള നല്ലോണം ധർമ്മജ അപ്പോൾ കൊല്ലിക്ക് അതിൻ്റെ എത്ര ഇരട്ടിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം അത് നമ്മൾ എന്താകാന്ന് പറയാം, ഉസ്മാൻ അഫ്ഫാർ അത് ഉസ്മാൻ അഫ്ഫാർ എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ പറയില്ല സുദാസിയാത്ത് ഉസ്മാൻ എന്നാ പറയല്. 5 കാര്യങ്ങൾ ഉസ്മാൻ അഫ്ഫാർ എന്ന് പറഞ്ഞ് സുദാസിയാത്ത് ഉസ്മാൻ എന്ന് പറയും. എന്നോട് ഈ വിഷയം ഞാൻ മുമ്പ് ഒരു പോഡ്കാസ്റ്റ് പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങനെ കുറെ ആളുകൾ പറഞ്ഞു, നമ്മളൊക്കെ MBA ഇന്ന് പഠിക്കുന്ന കാര്യങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉസ്മാൻ തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് പഠിക്കുന്ന സംഭവങ്ങളൊക്കെ കിതാബുകളിൽ അന്ന് തന്നെ ഉണ്ട്. എല്ലാ വിഷയങ്ങളും നമ്മൾ അഷ്റഫുൽ ഖൽഖും സ്വഹാബത്ത് അതിൽ നമ്മൾ മനസ്സിലാക്കുക ഖുലഫാഉർ റാഷിദീങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നല്ല പക്വതയുള്ളൊരു കാരണവരാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏതും ഫേസ് ചെയ്യാൻ പതറാത്തെ സമചിത്തയോടെ ഉറച്ചെന്ന് എന്തുണ്ടാകണത്. ഉസ്മാൻ അഫ്ഫാർ റളിയല്ലാഹു നല്ലൊരു സമ്പന്നൻ, അലി അബി താലിബ് റളിയല്ലാഹു ഒരു കുട്ടി. അപ്പം 4 കൂടി കൂടുമ്പോഴാണ് ഏതൊരു പ്രസ്ഥാനം. അപ്പോൾ നമ്മുടെ മഹല്ലത്ത് കമ്മിറ്റികളിൽ നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ കുട്ടികളെ ചേർത്ത് പിടിക്കണം. അത് ധീരന്മാർ വേണം, സമ്പന്നന്മാർ വേണം, പക്വതുള്ളവർ വേണം. അവർ 4 കോണിലാകാൻ പാടില്ല. അവർ 4-5 പില്ലറുകൾ കൂടുമ്പോഴാണ് ബിൽഡിങ് പൂർത്തിയാകുന്നത്. മാഷാ അല്ലാ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഈ ഒരു ഉസ്താദിന്റെ ഈ ഒരു ഉയർന്ന ചിന്താഗതി തന്നെ നമ്മുടെ ഇസ്ലാമിക് സ്പെയിന് ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ വാർത്തെടുത്ത് അങ്ങനെ ഒരു ഗതകാല ചരിത്രം ഉണ്ടല്ലോ ഇസ്ലാമിനിക്ക്. തങ്ങൾ പോയിട്ടുണ്ടാവും തോന്നുന്നു, ഗ്രാനഡയും മലാഗയും കൊർഡോബയൊക്കെ അല്ലെ. അതൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു, എങ്ങനെയാണ് സ്പെയിനൊക്കെ നമ്മൾക്കിത്. ഞാനവിടെ പോയിട്ട് വല്ലാതെ വേദനിച്ച രംഗാണ്. അപ്പോൾ ഓരോ ഇഷ്ടിങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഗാലിബ ഇല്ലല്ലാഹ് എന്നും ഇന്നും എഴുതപ്പെട്ടു. അൽഹംറ കോട്ടയിൽ മറ്റൊക്കെ ചെല്ലുമോ. പക്ഷേ അവിടെ ആദ്യം പറഞ്ഞു അവിടെ നിസ്കരിക്കരുതെന്നാണ്. എന്തായത് എന്നിട്ട് എൻ്റെ കൂടെ ഒരു പോലീസുകാരങ്ങനെ, ഞാനും ബസോ പനക്കലും ഉമർ മേൽമുറിയും അതുപോലെ തന്നെ കുറേ ആളുകൾ. അപ്പോൾ എങ്ങനെയെങ്കിലും നിസ്കരിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയത് നമ്മൾ ഈ ഉൾക്കാഴ്ചയും അകക്കാമ്പും ഇല്ലാതെ
മാറി നമ്മളൊരു എന്താ പറയുക ഒരു പ്രതിമകളായി മാറി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വസ്തുത. അല്ലെങ്കിൽ ഇത് 8 നൂറ്റാണ്ടുകാലം ഇസ്ലാം ഭരിച്ച സ്ഥലം അതിൽ നല്ല ഓക്സ്ഫോർഡും കേംബ്രിഡ്ജൊക്കെ അവിടുന്ന് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാത്തത് കൊണ്ടാണല്ലോ. എന്തായത് അവിടെയൊക്കെ ഈ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സ്പെയിനിൽ ഈ കൊർദോബയിലും ഷാത്തിബയിലും ഇതിലൊക്കെ മലാഗയിലൊക്കെ എന്തായിട്ടുണ്ട് ആ പഴയകാല ബഗ്ദാദിൻ്റെ കാലം, അതുപോലെ ഖുറാസാൻ്റെ സംഭവങ്ങൾ, അതുപോലെ തന്നെ കൊർദോബയുടെ സംഭവങ്ങൾ, ഇങ്ങനെ തുടങ്ങിയ പല അത് അതുപോലെ തന്നെ ലോകത്താദ്യമായിട്ടൊരു യൂണിവേഴ്സിറ്റി എന്നൊരു സങ്കല്പം വന്നത് മൊറോക്കോലെ ഖറാബീൻ യൂണിവേഴ്സിറ്റി. ഇതൊക്കെ നമ്മൾ ഫാത്തിമ ഫെഹ്രിയ റളിയല്ലാഹു അൻഹ. സ്ത്രീകൾ വൈജ്ഞാനിക മേഖലയിൽ ഇസ്ലാം എത്രത്തോളം ഉണ്ടെന്നുള്ള ഒരു ധാരണ അല്ലേ. ലോകത്താദ്യമായിട്ട് കനാലുണ്ടാക്കിയ ഹാറൂൺ റഷീദ് രാജാവിൻ്റെ ഭാര്യ സുബൈദ എന്ന മഹദി ഒക്കെ ഇന്നിപ്പോൾ എന്താ അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ചെന്നാൽ മക്കയിലും അറഫയിലും മിനയിലൊക്കെ അതിൻ്റെ അവശിഷ്ടങ്ങൾ കാണാൻ കഴിയുമല്ലോ. ഇതൊക്കെ എത്ര 80,000 പവനൊക്കെ കൊടുത്തിട്ടാണ് എന്താണ് ഈ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോഴാണ് നമ്മളൊക്കെ എത്ര ആ സ്ത്രീകളുടെ കഴിവുകൾ നമ്മൾ നല്ലോണം മനസ്സിലാക്കേണ്ടതാണ്. എത്രയാണ് അവരൊക്കെ ചെയ്തത്. ഇപ്പോൾ ഖറാബീൻ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുമ്പോൾ ഫാത്തിമ ഫീരി റളിയല്ലാഹു അൻഹയുടെ വാപ്പയിൽ നിന്ന് കിട്ടിയ സ്വത്ത്, അത് തന്നെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, സഹോദരന് വേറെ ആരും ഇതൊന്നുമില്ല, മക്കളുടെ പകുതി കിട്ടി, അതോ ഒരു ടെൻറ്റിൽ നോമ്പ് നോറ്റ് അവിടെ ഈ പ്രാർത്ഥന നിരതരായിട്ട് നിൽക്കുക. പ്രത്യേകിച്ച് നമ്മൾ റംസാനിലൊക്കെ നന്നാക്കി മനസ്സൊരുക്കി പ്രാർത്ഥന. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വിഷമിക്കുന്ന രംഗമാണ് ഖന്തക്ക് യുദ്ധം. ഈ ഖന്തക്ക് യുദ്ധത്തിലൊക്കെ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച 3 ദിവസമാണ് നോമ്പിട്ട് ദുആയിരുന്നത്. തിങ്കളാഴ്ച തുടങ്ങിയ ദുആ, ചൊവ്വ, ബുധൻ, എന്നിട്ട് ബുധനാഴ്ച ളുഹറിൻ്റെയും അസറിൻ്റെയും ഇടയിലാണ് ആ ദുആക്ക് ഉത്തരം ലഭിച്ചെന്നൊക്കെ പറയുമ്പോൾ എത്രയായിരുന്നു അവർക്ക് ദുആയിരുന്നിരുന്നു. നമുക്ക് 5 മിനിറ്റ് പോലും ദുആർക്കാൻ സമയമില്ല. അതായത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മൾ ഈ റമദാനിലൊക്കെ പാതിരാ സമയങ്ങൾ മനസ്സ് തട്ടി അള്ളാഹിനോട് സങ്കടം പറയണം. എനിക്ക് റബ്ബെ നീ അല്ലാതെ വേറെ ആരുമില്ല, നിന്നോടല്ലാതെ പറയാൻ എനിക്കാരും ഇല്ല, നീ എൻ്റെ വേദനകളും വിഷമങ്ങളും അറിയുന്നവനാണ്. ഈ റംസാൻ ചോദിച്ചാൽ എനിക്ക് എന്തായിരുന്നാലും പരിഹാരം കിട്ടും. എൻ്റെ പ്രത്യേകിച്ച് ഞാൻ റംസാനാകുമ്പോൾ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യും. ഓരോ കൊല്ലം നേടിയെടുക്കണ്ടേ ഇന്ന കാര്യങ്ങളൊക്കെ ഈ റംസാനിൽ ചോദിക്കാൻ വേണ്ടി. എന്നിട്ട് എൻ്റെ തഹജ്ജുദിൻ്റെ ശേഷമുള്ള എൻ്റെ ഒറ്റക്കുള്ള പ്രാർത്ഥനകളിൽ ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ട് എന്നെ ചോദിക്കും ഇത്ര കാര്യങ്ങൾ എനിക്ക് അത് അടുത്ത കൊല്ലാകുമ്പോഴേക്കത് സാധിപ്പിച്ച് കിട്ടുകയും ചെയ്യും. ഈ മാനിഫെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ പോലെ ഗ്രാറ്റിറ്റ്യൂഡ്, ഇതൊക്കെ ഇസ്ലാമിൽ പറയുന്ന സംഭവം. തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ ലോകം തന്നെ നമ്മുടെ കൂടെ. തീർച്ചയായിട്ടും വലിയ സ്വപ്നങ്ങൾ, അതിനുള്ള പ്രവർത്തനങ്ങൾ, അതിനുള്ള ചിന്തകൾ, അതിനുള്ള ടീം വർക്ക്. തങ്ങൾ പറയുമ്പോൾ ആ ഒരു ഇസ്ലാമിന്റെ ആ ഒരു ബാഗ്ദാദിലേക്ക് ചരിത്രത്തിൽ തന്നെ ദ ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം ഒരു അതെ ഗോൾഡൻ ഏജ് എന്ന് ഒരു 500 വർഷക്കാലായിരുന്നു ബാഗ്ദാദ് ഭരണകാലം. ഇസ്ലാമിക ചരിത്രത്തിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ തന്നെ ആ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം കഴിഞ്ഞതിന് ശേഷം ഖുലഫാഉർ റാഷിദിയ കാലിഫറ്റ്, പിന്നീട് അബ്ബാസിദ് കാലിഫറ്റ്, പിന്നീട് ഉമയ്യദ് കാലിഫറ്റ്, അങ്ങനെ സൽജൂക്കികളും മംലൂക്കികളും, പിന്നീട് അയ്യൂബികളും, ഫാത്തിമത്ത് സൽത്തനത്ത്, അങ്ങനെ ഉസ്മാനികൾ. മാഷാ അല്ലാഹ്, ഇതൊക്കെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലോ, ഒരുപാട് പാഠങ്ങൾ ഇതിൽ നിന്നൊക്കെ. മാഷാ അല്ലാഹ്. ഏതായാലും തങ്ങളുടെ കൂടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. തങ്ങളുടെ കുറേ സമയം ബുദ്ധിമുട്ടായും തോന്നുന്നു. ഒരിക്കലും ബുദ്ധിമുട്ടല്ല. ഇത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ കുറേ സ്വപ്നങ്ങൾ ഷെയർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള അതിൽ ഞങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും സന്തോഷങ്ങളും അറിയിക്കുക ചെയ്യുന്നത്. ആരെങ്കിലും ഒരാളിത് കേട്ടിട്ട് ആരെങ്കിലും ഒരു ഉൾക്കാഴ്ച കാമ്പുണ്ടായി തീർന്നാൽ ഞാൻ എന്നിൽ ഒന്നും ഇല്ലെന്ന് വിശ്വസിക്കുന്നവനും, എന്നാൽ അതായത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച ദിക്റ. നമുക്കൊന്നും കഴിയുക എന്നാൽ അള്ളാഹിൻ്റെ സഹായം ഉണ്ടെങ്കിലോ കഴിയാത്ത ഒന്നുമില്ല. ഞാൻ ബിഗ് സീറോ ആണ്. പക്ഷേ എനിക്ക് അള്ളാഹുവിനെ തവക്കുലാക്കി അള്ളാഹുൽ ബരമേൽച്ച് പ്രവർത്തിച്ചാൽ എനിക്ക് പൂർവികരെയും മഹത്തുക്കളെയും സ്നേഹിച്ച് അവരെ പാത പിന്തുടർന്ന് അവരെ സ്നേഹിച്ച് എന്നാൽ തീർച്ചയായും എല്ലാ കാര്യങ്ങളും നമുക്ക് നടക്കുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്.
മാഷാ അല്ലാ. അവസാനമായിട്ട് ഒരു കാര്യം കൂടി. ഇപ്പോ ഞാൻ ഇമാം ഷാഫി ഇസ്ലാമിക് അക്കാദമി സ്ഥാപനത്തിൽ പഠിച്ചു വന്നതാണ്. പിന്നീട് ഈജിപ്തിൽ പോയി. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ഇപ്പോൾ മദീനയിൽ ഇറങ്ങി, അതുപോലെ മൽഹർ, സാദിയ, മർക്കസ്, അതുപോലെ ഹുദവി ക്യാമ്പസ്, വാഫി ക്യാമ്പസുകൾ, അങ്ങനെ ഒരുപാട് ക്യാമ്പസുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഇങ്ങനെ ഓരോ വർഷം ഇറങ്ങുന്നുള്ളത്, കേരളത്തിൽ നിന്ന് മാത്രം. അപ്പൊ ഇങ്ങനെ ഇറങ്ങുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്, നമുക്ക് തരാൻ പറ്റിയ എന്തെങ്കിലും മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ എന്താണ് നമുക്ക് തരാനുള്ളത്. അപ്പോൾ തങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, ഈ പുറത്തിറങ്ങുന്ന എല്ലാ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ പറ്റിയ സന്ദേശം എന്താണ്? അതായത് സത്യത്തിൽ പറഞ്ഞാൽ 10,000-കണക്കിന് ബിരുദധാരികൾ ഈ കണ്ട കോളേജിൽ നിന്നെല്ലാം ഇറങ്ങുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ നേരത്തെ ബിസിനസ്സുകാർ പറഞ്ഞ പോലെ തന്നെ ഈ ഫീൽഡിൽ ഉറച്ചു നിൽക്കുന്നവർ 1%-2% ഉണ്ടാവുള്ളൂ. പ്രതിസന്ധികളും പ്രയാസങ്ങളും പല നിലക്കും വരും. പക്ഷേ ഇതെല്ലാം പ്രതിസന്ധികൾ അവസരങ്ങളായി കാണാൻ കഴിയണം. ഏത് ചെടികളും വളർന്നു വരുമ്പോൾ കാറ്റടിക്കും, വെയിലുണ്ടാകും, പലതും ഉണ്ടാകും. പക്ഷെ അതിൽ വാടിപ്പോകാനും തളരാനും പാടില്ല. അവിടെ എല്ലാം ഉറച്ചു നിന്നുകൊണ്ട് എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഞാൻ അള്ളാഹുവിൻ്റെ പ്രീതിയാണ് ലക്ഷ്യം വെക്കുന്നത്. എനിക്ക് പരീക്ഷകൾ ഞാൻ പതറിപ്പോകൂല, ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യുമെന്ന ദൃഢപ്രതിജ്ഞയോടുകൂടെ ഈ പ്രതിസന്ധികൾ ഞാൻ അവസരങ്ങളായി കാണും. എൻ്റെ മരണം വരെയും എൻ്റെ ഈ ഉറച്ച ആദർശവും വിശ്വാസവും രാജ്യത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് ഇവിടുത്തെ പൂർവികരുടെ പാതകൾ പിൻപറ്റി ഞാൻ അത് സമർപ്പിത ജീവിതം നയിക്കുമെന്നൊരു പ്രതിജ്ഞയെടുത്ത് അതിന് സർവാത്മന ഒരുങ്ങിയാൽ പരാജയം നേരിടൂല എന്നാണ് എൻ്റെ ജീവിതത്തിലെ പഠിച്ചൊരു പാഠം. കാരണം എന്ന് പറഞ്ഞാൽ ഈ 10-12 വർഷമൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് പിന്നീട് ജീവിതത്തിന്റെ ഒരുപാട് പ്രാരാബ്ദങ്ങൾ കൊണ്ട് ഇപ്പോൾ ദുബായിൽ ഇവിടെ ഗൾഫിലേക്ക് വന്നിട്ട് ചിലപ്പോൾ ബക്കാലയിലോ ഗഫ്തിയിലോ അല്ലെങ്കിൽ ഒരു വൈറ്റ് കോളറിലായിട്ട് ഒരു ചെറിയ ചെറിയ ജോലിയിലൊക്കെ ബ്ലൂ കോളർ ജോബൊക്കെ ചെയ്യും. അപ്പൊ അവര് ജീവിത സാഹചര്യങ്ങളാണ്. അപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട്, പിന്നെ ഇവർ ഇത്രയും 10-12 വർഷമൊക്കെ പഠിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ ഈ ചെറിയ ജോലി ചെയ്യുകയാണെങ്കിൽ. ഇത്രയും ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഹൈലി നല്ലൊരു ലോക ആഗോള വിവരമുള്ള ആൾക്കാരാണ്. പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ എത്തിപ്പെടാണ് ഒരുപാട് ആളുകളെ. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ തൊഴിലവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ? അതായത് നമ്മുടെ നാട് ഞാൻ നേരത്തെ പറഞ്ഞ മഞ്ചേശ്വരം തൊട്ട് പാറശാല വരെയുള്ളൂ. അത് ലോകം എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് ഇപ്പോൾ റഷ്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ്റെ 5 ഇരട്ടി വലിപ്പമുള്ള നാടാണ്. എന്നാൽ റഷ്യയിൽ പാകമുള്ളത് ഇന്ത്യയിൽ 145 കോടിയാണുള്ളത്. അക്കണക്കനുസരിച്ച് 700 കോടി ജനങ്ങൾ വേണ്ടതാണ്. അവിടെ ആകെ 14 കോടി ജനങ്ങളേ ഉള്ളൂ. അതായത് ഈ പാശ്ചാത്യ രാജ്യങ്ങളൊക്കെ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം മാൻ പവറാണ്, ഹ്യൂമൻ റിസോഴ്സാണ്. അവിടങ്ങൾക്കൊക്കെയും ഇഷ്ടം പോലെ അവസരങ്ങൾ ഉണ്ട്. ആ അവസരങ്ങൾ തേടിയെത്താനും അതിന് വേണ്ട ഭാഷകളും അതിന് വേണ്ട കഴിവുകളും ആർജിക്കാത്തത് കൊണ്ടാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ GCC രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടങ്ങളിലൊക്കെ എത്തുകയാണെങ്കിൽ അവിടുത്തെ ശമ്പളം മണിക്കൂറിനാണ് ശമ്പളം. അത് US ഡോളർ അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളർ അല്ലെങ്കിൽ യൂറോ ഇതൊക്കെയാണ്. അതിനൊക്കെ ഇതിനേക്കാളൊക്കെ എത്രയോ വാല്യൂ കൂടുതലാണ്. മണിക്കൂറിനാണ് അവിടെ ശമ്പളം. മാത്രമല്ല അവിടെ വളരെ കുറഞ്ഞ കാലം കൊണ്ട് സിറ്റിസൺഷിപ്പ് കിട്ടും. ഈ അവിടെ പിന്നെ 2ാംകിട പൗരൻ എന്നൊന്നും പറഞ്ഞൊന്നും അവിടെ. പക്ഷേ ഇതൊന്നും നമ്മൾ ആ ഭാഗങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഖേദകരമാകുന്നത്. അതായത് കേരളക്കാരനെ സംബന്ധിച്ചിടത്തോളം ബ്രില്യൻ്റാണ് ഇത്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയട്ടെ, വളരെ വേദനയോട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ എത്ര നോബൽ പ്രൈസ് ജേതാക്കൾ ഇക്കാലം കേരളത്തിൽ ഒരാൾ പോലും ഉണ്ടായിട്ടില്ലല്ലോ. ഇന്ത്യയിലാകെ 1909 നോബൽ പ്രൈസ് കൊടുക്കാൻ തുടങ്ങിയത്. എന്നിട്ട് ആകെ ഇന്ത്യയിലാകെ 2 ആളുകൾക്ക് നോബൽ പ്രൈസ് കിട്ടില്ല. ടാഗോറിനും CV രാമനും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെയൊക്കെ വിജ്ഞാനം നിറപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് മതിയാക്കുക. എൻ്റെത് ഇല്ല. ഞാൻ എന്താണ് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറ് ആകുന്നില്ല. നമ്മൾ പുറം ലോകത്തെക്കുറിച്ച് പഠിക്കുന്നില്ല. നമ്മളതിലുള്ള അവസരങ്ങൾ തേടിപ്പോകുന്നില്ല. ഇവിടെ ഇങ്ങനെ ഈ കിണറ്റിലെ തവളൻ്റെ പോലെ ഇങ്ങനെ അവിടെ കിടന്നിട്ട് വട്ടം തിരിഞ്ഞിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു പ്രശ്നങ്ങൾ. മാഷാ അല്ലാഹ്. എനിക്ക് തോന്നുന്നു തങ്ങൾ നല്ല പരന്ന വായനയുള്ള ഒരാളാണ്. ഇപ്പോഴും എന്നും ഒരു വിദ്യാർത്ഥിയെ പോലെ അല്ലേ, ഇപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക പുതിയ പുതിയ കാര്യങ്ങളല്ലേ, എന്നും വായിക്കാറുണ്ട്. അതായത് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പ്രാർത്ഥന അതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട. 3 കാര്യം ദിവസം ചോദിക്കും. ഇന്നാ നസ്അലുക ഇൽമൻ നാഫിഅൻ,
വഅമലൻ മുതഖബ്ബലൻ വരിസ്ഖൻ ഹലാലൻ ത്വയ്യിബൻ. ഉപകാരപ്രദമായ വിജ്ഞാനത്തിൻ്റെ സാഗരല്ലേ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് ഞാൻ അവസാനിച്ചു എന്ന് പറയാതെ അല്ലാഹു തആല പറഞ്ഞു വഖുർ റബ്ബി സിദ്നി ഇൽമ. എപ്പോഴും നമ്മൾ പുതിയ പുതിയ വിഷയങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം ഒന്ന് വേണം. രണ്ടാമത്തത് നമ്മുടെ ആരാധനകൾ എല്ലാം അള്ളാഹു സ്വീകാര്യോഗ്യമായ ആ ഭക്തിയോടുകൂടെയും ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ആയിരിക്കും. പിന്നെ ചെയ്യുന്ന ജോലി അത് ഹലാല് ത്വയ്യിബ് രണ്ടാണ്. ഇപ്പം ഞാനൊരാൾക്ക് ശമ്പളം ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾ കണക്കാക്കിയ ശമ്പളമല്ല, കലണ്ടറും ക്ലോക്കും നോക്കി ജോലിക്കല്ല വേണ്ടത്. ഞാൻ അതിലപ്പുറം ഞാനവിടെ സ്റ്റാഫിനോട് എല്ലാം അതിനോട് പറയാനുള്ളത് ഏറ്റവും ആദ്യം നിങ്ങളായിരിക്കണം അവിടെ എത്തേണ്ടത്, ഏറ്റവും അവസാനം പോരുന്നവർ നിങ്ങളായിരിക്കണം, ഏറ്റവും പറഞ്ഞതിലേറെ നിങ്ങൾ ചെയ്യണം. അപ്പം അവർ സംതൃപ്തിയോടുകൂടെ സന്തോഷത്തോടു കൂടെ കൊടുക്കുന്ന ഒരു പാരിതോഷികമുണ്ട്. അത് മനസ്സിന് വലിയ ഇതുണ്ടായിരിക്കും. അപ്പം ഈ 3 പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ മുഖമുദ്രയായി കാണാൻ കഴിയും. അങ്ങനെ ആകുമ്പോൾ തൊഴിലില്ലായ്മ പ്രശ്നമൊന്നും ഉണ്ടാകില്ല. ഞാൻ ആദ്യമായിട്ട് 1986 മേൽമുറിയിൽ ദർസ് ഏൽക്കുമ്പോൾ എൻ്റെ ശമ്പളം 450 രൂപയായിരുന്നു മാസത്തിൽ. എൻ്റെ കൂടെ ഞാൻ കിതാബ് ഓതി കൊടുത്തവർക്ക് അന്ന് 950 റുപ്യ ശമ്പളമുണ്ട്. അവിടെ തന്നെ മദ്രസ അധ്യാപകന് 750 ശമ്പളമുണ്ട്. അന്ന് ഏറ്റവും കുറഞ്ഞ ശമ്പളമാണ് 450. അതിൽ 94 ആകുമ്പോഴേക്ക് 5000 രൂപ ശമ്പള വർധന വന്നിട്ടുണ്ട്. ഞാൻ അവരോട് ചോദിച്ചതല്ല. ആദ്യത്തെ കൊല്ലം 50 റുപ്യ കൂടി, പിറ്റത്തെ കൊല്ലം 250 കൂടി, 750, പിറ്റത്തെ കൊല്ലം 1500 ആയി, പിറ്റത്തെ കൊല്ലം 3000 ആയി, പിറ്റത്തെ കൊല്ലം 7000 ആയി. ഇതുവരെ ഞാൻ ആദ്യം തുടങ്ങിയിട്ട് ഇതുവരെ ശമ്പളം വാങ്ങിയിട്ടില്ല. പക്ഷെ ആ കമ്മിറ്റിക്കാർ എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടു വിലയിരുത്തി. അതായത് 3 ആഴ്ച കൂടുമ്പോൾ ഞാൻ ഒരു PTS ബസ്സിനാണ് പോവുക. കല്ലുണ്ടിയിൽ പോയാൽ 1.5 മണിക്കൂർ ആ ബസ് അവിടെ നിർത്തിയിടും. അതേ ബസ് തിരിച്ചു വരും. അപ്പോൾ കമ്മിറ്റിക്കാരെല്ലാവരും കൂടി കരുതി എന്നെ കല്യാണം കഴിച്ചരാത്തുള്ള പ്രതിഷേധമാണോ എന്നുള്ള, അങ്ങനെ കമ്മിറ്റിക്കാരെല്ലാവരും കൂടി വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ ഉപ്പൻ്റെ അടുത്ത് പറയാൻ പോവുകയാണ്, പെണ്ണ് കെട്ടിച്ച് തരണമെന്ന്. ഞാൻ പറഞ്ഞു 17ാമത്തെ വയസ്സിൽ ഓക്കെ ഉസ്താദ് കല്യാണ അന്വേഷണത്തിന് വന്നിട്ടുണ്ട്. പക്ഷെ ചെയ്യുന്നതിൽ കാണിക്കുന്ന ആത്മാർത്ഥതയാണ്, അതിലുള്ള സത്യസന്ധത, അതിലുള്ള നമ്മുടെ സമർപ്പണ ബോധം. ഇത് നമ്മൾ കാണിക്കാത്തത് കൊണ്ടാണ് മുതലാളി നമ്മളെ പിരിച്ചു വിടുന്നു, മുതലാളി ശമ്പളം കുറക്കുന്നു, മുതലാളി നമ്മളെ വെറുക്കുന്നു ഒക്കെ. ഇപ്പം ഇന്നലെ ഡ്രൈവറിൻ്റെ അടുത്ത് വന്നു. ഞാൻ ഇവിടെ അറബിൻ്റെ അടുത്ത് ഡ്രൈവറായിട്ട് വന്നതാണ്. ഇപ്പോൾ 12 സൂപ്പർ മാർക്കറ്റ് സ്വന്തമായിട്ട് എനിക്ക് തോന്നുന്നതാണ്. ഇപ്പോൾ അറബി എന്നോട് സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി എന്തായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഏതായാലും സ്ഥാനത്ത് അധികം ആൾക്കാരും എന്തെല്ലാം ഡ്രൈവറായി വന്നാൽ 20 കൊല്ലം 30 കൊല്ലം 40 കൊല്ലം ഡ്രൈവറാവും. എന്നിട്ട് പിന്നെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ആയിട്ട് ഭാര്യക്കും വേണ്ട, ഉമ്മക്കും വേണ്ട, മക്കൾക്കും വേണ്ട, ആർക്കും വേണ്ടാത്തൊരവസ്ഥ വരും. ഒരു പുരോഗതി ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ജോലി എന്തായാലും ആത്മാർത്ഥമായിട്ട് ചെയ്താലും റിസൾട്ട് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും. മാഷാ അല്ലാ, മാഷാ അല്ലാ. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ തങ്ങളിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു. മാഷാ അല്ലാ. ഏതായാലും എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരുപാട് ആളുകൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച കാര്യമായിരിക്കും തങ്ങൾ ഇന്ന് സംസാരത്തിൽ പറഞ്ഞത്. മാഷാ അല്ലാ. ഏതായാലും ഒരുപാട് സന്തോഷമുണ്ട്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. തങ്ങൾ ഇത്രയും സമയം ഒരിക്കലും സംസാരിക്കുന്നത് ഞാൻ വിചാരിച്ചില്ല. അല്ല, ഇൻഷാ അല്ലാ ഞാൻ ഇനിയും നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് കുറേ കാലമായി കേൾക്കുന്നത്. ഞാൻ യൂട്യൂബർമാരെ പലപ്പോഴും ഇത് വേണ്ടാത്തരങ്ങളിലേക്കൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഷിയക്കുറി ഇപ്പം നമുക്ക് അല്ല അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കുറേ ചരിത്രങ്ങളും മറ്റൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വല്ലാതെ എന്താക്കാറുണ്ട്. നിങ്ങളിതെല്ലാം ഇൻഫർമേറ്റീവാണ്. നിങ്ങൾ ചെയ്യുന്നത് വെറും ഒരു ആസ്വാദനങ്ങളല്ല, ഇൻഫർമേറ്റീവ് ആകുന്ന, അത് ഏറ്റവും കാലോചിതമാകുന്ന വിഷയങ്ങളാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ചരിത്രങ്ങൾ, ഈ ചരിത്രം ഇല്ലാതായി പോയതാണെന്ന് എല്ലാ പരാജയത്തിൻ്റെയും കാരണങ്ങൾ അപ്പം നിങ്ങൾ വീഡിയോകളോ, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് 1 മില്യൺ ആളുകൾക്കൊക്കെ എന്തായതും ഫോളോവേഴ്സ് ഒക്കെ എത്തിയതും അത് തന്നെയാണ്. അല്ല ഒരാളെയും കാണണം, കേൾക്കണം, നോക്കണം എന്ന് പറഞ്ഞ് ഏൽപ്പിക്കല്ലോ ചെയ്യണത്. ഇൻഫോർമേറ്റീവ് ആണ്, കാലോചിതമായിട്ട് മോട്ടിവേറ്റീവ് ആകുന്ന, ഇൻഫോർമേറ്റീവ് ആകുന്ന പുതിയ വിഷയങ്ങൾ. എൻ്റെ ഒരു പോളിസി അങ്ങനെയായിരുന്നു. കാരണം അവർ നമുക്ക് വേണ്ടി സമയം വിനിയോഗിക്കുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു ഇത് വേസ്റ്റ് ആയി എന്നൊരു തോന്നരുത്, വേർത്താവണം ആ സമയം എന്തെങ്കിലും അത് ശ്രദ്ധിക്കായിരുന്നു. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. തങ്ങളപ്പോ വീഡിയോസ് എല്ലാം കണ്ടിരുന്നു. ഞാൻ എന്തായിട്ടുണ്ട് നിങ്ങളെപ്പറ്റി വളരെ മുമ്പേ എന്താകുന്നുണ്ട്, നന്നായി സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്ന് തൊട്ടേ അതപ്പം ഇന്നലെ എന്തായത് ഞാൻ നമ്മൾ ആദർശമായിട്ട് കാണുമ്പോഴേക്ക് പെട്ടെന്ന് എന്തായാലും നിങ്ങളെ ഓർമ്മ വരുന്നത്
അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്താണത് ഈ മനസ്സിൽ ഞാൻ നല്ല ആളുകളെ കണ്ടെച്ചാൽ അവർ നല്ലോണം നിരീക്ഷിക്കും, അവരെക്കുറിച്ച് പഠിക്കും, അവരെ നേരിട്ട് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടതൊക്കെ ഞാൻ അവിടെ ഗ്രൂപ്പോ അല്ലെങ്കിൽ വർഗമോ അല്ലെങ്കിൽ ജാതിയോ മതമൊന്നും ഞാൻ നോക്കാറില്ല. ആരാണെങ്കിലും ശരി. ഇപ്പോൾ ഈ ജീവിതം ഇതുവരെ എഴുതിയ കഥ ബുക്ക് ഇപ്പോൾ ഗിരീഷ് അമ്മ മരിച്ചു എന്ന് കേട്ടപ്പോൾ ഞാൻ നേരെ വിളിച്ചാണ്ട് അനുശോചനം അറിയിച്ചു. ഞാൻ പെരൽക്ക് വരാമെന്ന് പറഞ്ഞു. പെരൽക്ക് വരാമെന്ന് പറഞ്ഞപ്പോൾ ഗിരീഷ് കരുതിയത് മലപ്പുറം പരിസരത്ത് എൻ്റെ പെര അവിടെ അല്ല, എൻ്റെ പെര ചേർത്തലയിലാണെന്ന് പറഞ്ഞു. ഞാൻ ചേർത്തലയിലേക്ക് വരാമെന്ന് തന്നെയാണ് എന്താകണത് പറയണത്. അപ്പോൾ നമ്മൾ ഒരു ദുഃഖത്തിലും പ്രയാസങ്ങളിലും നമ്മൾ ആ ദുഃഖത്തിൽ പങ്കുചേരുക, സന്തോഷങ്ങളും അഭിനന്ദനങ്ങൾ അർപ്പിക്കുക. ഇതാണ് പരസ്പരം ചെയ്യേണ്ട മര്യാദകൾ. മാഷാ അല്ലാ. എന്തായാലും ഞാൻ വീഡിയോ കാണുന്ന എല്ലാ ആളുകളോടും ഹൈലി റെക്കമെൻഡ് ചെയ്യാണ്. എന്തായാലും ജീവിതം ഇതുവരെ എന്നുള്ള നമ്മുടെ തങ്ങളുടെ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി തങ്ങളുടെ ഈ ഒരു പുസ്തകം നിങ്ങൾ എന്തായാലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. ഒരുപാട് ആളുകളുടെ റിവ്യൂസ് ഞാൻ കണ്ടിരുന്നു. ഒരുപാട് ആളുകൾ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും തങ്ങളുടെ റിവ്യൂസൊക്കെ. ഒരുപാട് ആളുകൾ ഇതിനെ പറ്റിയിട്ട് വാചാലനായ ഒരുപാട് സംഭവങ്ങൾ ഞാൻ ഇൻ്റർവ്യൂസിലൊക്കെ കണ്ടിരുന്നു. മാഷാ അല്ലാ. അപ്പോൾ എന്തായാലും എല്ലാ ആളുകളും ഇത് വായിക്കണം. ഹൈലി റെക്കമെൻഡ് ാണ്. എനിക്ക് തോന്നുന്നു ഇതുപോലെ വേറെ ചെറിയൊരു മതപണ്ഡിതന്റെ ഒരു ചരിത്ര പുസ്തകം ഓട്ടോബയോഗ്രഫി ഉണ്ടോ എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല എന്തായാലും. മാഷാ അല്ലാ. അപ്പൊ എന്തായാലും നമുക്കൊക്കെ ഒരു ഭാഗ്യമാണ് തങ്ങളെ പോലുള്ള ഒരാള് ഇന്ന് സമൂഹത്തിന്. മാഷാ അല്ലാ. നമുക്കൊക്കെ ഒരാളിങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമല്ലോ എല്ലാ നിലയിലും. നമ്മുടെ ആ ഒരു പാണ്ഡിത്യവും അതുപോലെ ഇന്നത്തെ കാലത്തിനനുസരിച്ചിട്ടുള്ള മതപരിവർത്തനങ്ങളും. മാഷാ അല്ലാ. ഏതായാലും അൽഹംദുലില്ലാ. അപ്പോൾ ഒരുപാട് സമയം എനിക്കൊന്ന് 1-2 മണിക്കൂറായല്ലോ അല്ലേ? മാഷാ അല്ലാ. അപ്പോ ഏതായാലും ജസാക്കല്ലാഹു ഖൈർ. ഇൻഷാ അല്ലാ. എന്തായാലും നമ്മുടെ ഈ ഒരു റൂമിലേക്ക് ദുബായിൽ ഇങ്ങനെ ഈ ഒരു ചെറിയൊരു സ്ഥലത്തേക്ക് തങ്ങൾ വന്ന് ഇത്രയും സമയം ചെലവഴിച്ചതിന് അധികം സന്തോഷമുണ്ട്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.